ഇപ്പോൾ തന്നെ വാങ്ങി കൊടുക്കണം. അപ്പോ ആ സമയത്തിനുള്ളിൽ പറഞ്ഞാൽ തീരുന്നില്ല. അപ്പൊ ഏതെങ്കിലും പറഞ്ഞിട്ട് വേണം നമുക്ക് ഇതിന്റെ തുടർച്ച സംസാരിക്കാവുന്നതെന്ന് പറയുന്നത്. അപ്പോ നമ്മള് ഇഷാ ജമാഅത്ത് സാധാരണ 20 മിനിറ്റിൽ ചിലപ്പോ ഒന്ന് ഈ വിഷയം അവസാനിക്കുന്നതിനനുസരിച്ച് അല്പം ഒന്ന് ദീർഘിപ്പിച്ച് ആ വിഷയം അദ്ദേഹം സംസാരിച്ച് തീർക്കാൻ ഒരു അവസരം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കും. ഇൻഷാ അല്ലാഹ് പ്രസക്തമായ വല്ല സംശയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കലുണ്ടെങ്കിൽ ഇഷാ ജമാഅത്തിന് ശേഷവും അദ്ദേഹം അതിന് സംശയം തീർത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ആയാലും നമ്മുടെ പള്ളി നമുക്കറിയാം, ഇവിടെ പ്രായമായ ആളുകളും പ്രയാസമുള്ള ആളുകളാണ് ഏറെ ഇരിക്കുന്നത്. അവർക്കൊക്കെ ചെയർ വേണ്ടത്ര ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പ്രയാസം കുറഞ്ഞവര് പള്ളിയിൽ ഇരിക്കുക, പ്രയാസമുള്ള ആളുകൾ ചെയർ ഉപയോഗിക്കുകയും ചെയ്യുക, അത്രയേ ഉള്ളൂ ആ വിഷയത്തിൽ പറയാൻ. പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് ഇരിക്കുക. ഒരു പ്രയാസമുള്ളവർക്ക് ചാരി ഇരുന്നോട്ടെ, പ്രയാസം ഇല്ലാത്ത ആളുകളൊക്കെ ഒരു സദസ്സിന്റെ ഭംഗി മനസ്സിലാക്കിയിട്ട് മുന്നോട്ടൊന്നിരുന്ന്, അത് ഒരു ദീനി സദസ്സിന്റെ ഒരു രീതിയാണ്, നമുക്കറിയാവുന്നതാണ്. എന്നാൽ നമ്മളങ്ങനെ അറിയാതെ പുറകോട്ട് പോകുന്ന അതൊക്കെ ഇരുന്ന് ശ്രദ്ധിച്ച് വിഷയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ പല വഴലുകളും കേൾക്കാൻ, പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾക്ക് പലപ്പോഴും അതങ്ങനെ അതിന്റെ ആ സംസാര വൈഭവത്തിൽ നമ്മൾ അങ്ങനെ പോകും. ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള സൗമ്യമായി നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരും. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, അത് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഒറ്റവാക്കിൽ ഈ സദസ്സ്, ഈ ദീനീ സദസ്സിൽ എത്തിച്ചേർന്ന് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നതിനായിട്ട് ഡോക്ടർ അബ്ദുറഹ്മാൻ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أما بعد. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നാം ഇങ്ങനെ ഒരു വൈജ്ഞാനിക സദസ്സ് സംഘടിപ്പിച്ചത് വളരെ സങ്കീർണമായ ഒരു കാലത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അഥവാ ഹദീസുകളിലെല്ലാം പറഞ്ഞ ഫിത്നയുടെ, കുഴപ്പങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ നാം ഏറെ അന്വേഷിക്കേണ്ടതും പഠിക്കേണ്ടതുമുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വകാര്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ആളുകൾ നന്മയെക്കുറിച്ചാണ് നബിയോട് ചോദിക്കുക, ഞാൻ ഷർറിനെ കുറിച്ചാണ് ചോദിക്കുക, അതിൽ വീഴാതിരിക്കാൻ വേണ്ടി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ഇത്തരം കുഴപ്പങ്ങൾ, ഷെറുകൾ, അതേക്കുറിച്ച് പഠിച്ചാൽ മാത്രമാണ് നാം അതിൽ വീഴാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ ചുറ്റും അത്തരത്തിലുള്ള ഒരുപാട് പ്രബോധനങ്ങൾ, തിന്മയുടെ പ്രബോധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആഗോള തലത്തിൽ. ഫിത്നയുടെ കാലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു താബിഈ പണ്ഡിതൻ പറഞ്ഞത്, ഇന്നലെ വരെ ആളുകൾ ഹറാമായി ഗണിച്ചിരുന്ന കാര്യം ഇന്ന് ഹലാലായി ഗണിക്കുന്നുണ്ടെങ്കിൽ
അത് ഫിത്നയാണ്, ഫിത്ന സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ആളുകളുടെ മനോഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസപരമായിട്ടും കർമ്മപരമായും ആചാരപരമായും ഒക്കെ ആളുകൾ കൂടുതൽ കൂടുതൽ ഫിത്നയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസപരമായിട്ട് സംഭവിച്ച വലിയൊരു ഫിത്നയാണ് ഷീയിസം. ഇത് നമ്മുടെ നാട്ടിൽ അത്ര വ്യാപകമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവുകയില്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ അത് ഉണ്ട്. കാരണം ഷീയിസത്തിന്റെ ഒരു അടിസ്ഥാന തത്വമാണ് തഖിയ്യ. തഖിയ്യ എന്ന് പറഞ്ഞാൽ അവരുടെ യഥാർത്ഥ വിശ്വാസം പുറത്ത് കാണിക്കാതെ സമൂഹത്തിൽ ജീവിക്കുക, അവസരം ലഭിക്കുമ്പോൾ അവരുടെ യഥാർത്ഥ തന്നിറം കാണിക്കുക എന്നതാണ്. അപ്പോ നമ്മളെ കെണിയിൽ കൊടുക്കുവാനുള്ള പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയ ദർശിക്കുന്ന ആളുകൾക്കറിയാം. ഒരുപാട് സംശയങ്ങൾ നിരന്തരമായിട്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ച്, ഇസ്ലാമിന്റെ വ്യക്തിത്വങ്ങളെ കുറിച്ച്, സഹാബികളെ കുറിച്ച്, പണ്ഡിതന്മാരെ കുറിച്ച്, മുഹദ്ദിസുകളെ കുറിച്ചൊക്കെ നിരന്തരം സംശയങ്ങൾ പ്രചരിപ്പിക്കുക. സ്വാഭാവികമായിട്ടും ദീനിനെ കുറിച്ച് ആഴത്തിൽ അറിയാത്ത ആളുകൾ, സാധാരണക്കാർ ഈ സംശയമൊക്കെ ഇതൊക്കെ തലവെച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് ഇവരുടെ ഒരു തന്ത്രമാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പൊതുതന്ത്രമാണ്. ജൂതന്മാരാകട്ടെ, അതുപോലുള്ള എന്തെല്ലാം ലിബറലിസ്റ്റുകളാകട്ടെ, ഫെമിനിസ്റ്റുകളാകട്ടെ, ഇവരുടെ ഒക്കെ തന്ത്രമാണ്. അതുപോലെ വിശ്വാസപരമായിട്ട് ഷിയാക്കളുടെ ഒരു തന്ത്രമാണ് സഹാബികളെ കുറിച്ചും പ്രമാണങ്ങളെ കുറിച്ചും നിരന്തരം സംശയങ്ങൾ ഉണ്ടാക്കുക എന്നത്. അപ്പോ ഒരു ഞാൻ ഷീയാണെന്ന് പറയുകയില്ല, അയാൾ ഞാൻ സുന്നിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ഷീയിസം പ്രചരിപ്പിക്കുക അഥവാ സംശയങ്ങൾ ഉണ്ടാക്കുക. ഉദാഹരണം, അവർ ആദ്യമായിട്ട് തുടങ്ങൽ കർബല യുദ്ധത്തെ പറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരനായ യസീദ് കർബലയിൽ കൊല ചെയ്തു എന്ന് പറയും. സ്വാഭാവികമായിട്ടും വിവരമില്ലാത്ത ഒരാളത് വിശ്വസിക്കും. രണ്ടാമത് പറയും, ആ ക്രൂരനായ യസീദിനെ ജനങ്ങളുടെ മേൽ ഖലീഫയായി അടിച്ചേൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് മുആവിയ്യത്ത് ബിൻ അബീ സുഫ്യാൻ റളിയല്ലാഹു അൻഹു ആണെന്ന് പറയും. അപ്പൊ വിവരമില്ലാത്ത ആളുകൾ അതും അംഗീകരിക്കും. മൂന്നാമതായിട്ട് പറയും, ഈ മോശപ്പെട്ട മുആവിയയെ റളിയല്ലാഹു അൻഹു ഗവർണറായി നിശ്ചയിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ആളുകൾക്ക് അതും സംശയം ഉണ്ടാവും ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ച്. നാലാമതായി ഇദ്ദേഹത്തെ ഉന്നത പദവികളിൽ അവരോധിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് സംശയം ഉണ്ടാവും. ഈ രീതിയിലാണ് സാധാരണക്കാരുടെ ഇടയിൽ ഇവര് കുഴപ്പം. അതേപോലെ ഹദീസിനെ കുറിച്ച് ഇന്ന് ലോകത്ത് ഓറിയന്റലിസ്റ്റുകളും അതുപോലെ ലിബറലുകളും ഹദീസ് നിഷേധികളും യുക്തിവാദികളൊക്കെ ഹദീസിനെതിരിലും ഹദീസിന്റെ ആളുകളായ ബുഖാരി, മുസ്ലിം തുടങ്ങിയ പണ്ഡിതന്മാർക്കെതിരിൽ ഉന്നയിക്കുന്ന സകല ആരോപണങ്ങളുടെയും ആദ്യം തുടക്കം കുറിച്ചത് ഷിയാക്കളാണ്. കാരണം ഷിയാക്കൾ സുന്നികളുടെ ഹദീസ് അംഗീകരിക്കാത്തവരാണ്. അപ്പൊ സുന്നികൾ ഹദീസിൽ സംശയം ജനിപ്പിക്കുക. ഞാൻ വിഷയത്തിലേക്ക് ഇറക്കാം. രാമുഖം എന്ന നിലയിൽ നിങ്ങളോർക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ. ഷിയ എന്ന് പറഞ്ഞാൽ കക്ഷി, സഹായി എന്നൊക്കെയാണ് അർത്ഥം. ഷിയ എന്ന വാക്കുണ്ടായത് ഷിയത്തു അലി, അലിയുടെ കക്ഷിക്കാർ, അലിയുടെ ആൾക്കാർ എന്ന പേരിലാണ് മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ ഒരു വിഭാഗീയത ഉടലെടുത്തത്. അത് രണ്ട് രീതിയിൽ, ഒന്ന് രാഷ്ട്രീയ ഷീസ് ഉണ്ട്, ഒന്ന് വിശ്വാസപരമായ ഷീസ് ഉണ്ട്. രാഷ്ട്രീയ ഷീസ് എന്നാൽ അലിയുള്ളാഹിന്റെ ഉസ്മാനുള്ളാഹിന്റെ കാലത്തൊക്കെ അലിയുള്ളാഹിനോട് കുറച്ച് താല്പര്യമുള്ള ആളുകൾ ഷിയത്ത് അലി എന്നും, ഉസ്മാൻ അള്ളാഹിനോട് കുറച്ച് താല്പര്യമുള്ള ആളുകൾ ഷിയത്ത് ഉസ്മാൻ എന്നും, ഇബ്നു സുബൈർ അള്ളാഹിനോട് താല്പര്യമുള്ള ഷിയത്ത് ഇബ്നു സുബൈർ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നു. അവരാരും പരസ്പരം ശത്രുക്കളോ കാഫിറുകളാക്കുകയോ ഒരാളെ മറ്റേയാളെക്കാൾ മാറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന ആളുകളായിരുന്നില്ല. അവരോട് കുറച്ചൊരു താല്പര്യമുള്ള ആളുകൾ. ഇത്രയാ ആ ഷിയത്ത് അലി എന്ന അവസ്ഥ ആദ്യകാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതൊരു രാഷ്ട്രീയ ഒരു മതപ്രസ്ഥാനമായി അപകടകരമായ രീതിയിൽ വളർന്നത് ഉസ്മാൻ റളിയല്ലാഹു അധികാരത്തിലേറിയ സമയത്താണ്. ഏകദൈവ വിശ്വാസവുമായി രംഗത്ത് വന്ന
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മതത്തെ ജൂതനായ പൗലോസ്, സെന്റ് പോൾ, അദ്ദേഹം ഈസാ നബി ഉയർത്തപ്പെട്ടതിന് ശേഷം അതുവരെ ക്രിസ്തു മതത്തിൽ ഈസാ നബിയുടെ ശത്രുവായിരുന്ന അയാൾ പെട്ടെന്ന് വന്നിട്ട് ഈസാ നബി ഇല്ലാത്ത അവസരത്തിൽ ആ മതത്തിന്റെ വലിയ ആളായി രംഗത്ത് വന്നു. ആ മതത്തിൽ ബഹുദൈവ ആരാധനയും വിഗ്രഹാരാധനയും സ്ഥാപിക്കുകയുണ്ടായി. പൗലോസിന്റെ പിന്നെ എന്തുവരെയുണ്ട്, അദ്ദേഹത്തിന്റെ വചനങ്ങൾ വരെ ബൈബിളിൽ ഒരു ഏരിയ പൗലോസിന്റെ വചനങ്ങളാണ്. ഈ രീതിയിൽ ക്രിസ്തു മതത്തെ ഏകാദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഈസാ നബിയുടെ മതത്തെ അട്ടിമറിക്കാൻ ജൂതനായ പൗലോസിന് സാധിച്ചു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിനെ അട്ടിമറിക്കുവാൻ ജൂതനായ അബ്ദുല്ലാഹി ഇബ്നു സബഅ രംഗത്ത് വന്നതാണ്. അദ്ദേഹം കൊണ്ടുവന്ന ആശയമാണ് ഷീസം. അപ്പൊ ആരാണ് അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം യമനിലെ ഒരു ജൂതന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു കറുത്ത ആഫ്രിക്കൻ വംശജയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇബ്നു സൗദ എന്നും പേരുണ്ട്. ഇദ്ദേഹം ഇസ്ലാമിനെ തകർക്കാൻ അബൂബക്കറുവിന്റെ ഉമറുല്ലാഹിന്റെ കാലത്ത് ശക്തമായ ആ സമൂഹത്തിലേക്ക് കടന്നു വരാൻ അദ്ദേഹത്തിന് ധൈര്യം കിട്ടിയില്ല. പക്ഷെ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്ത് പുതിയ തലമുറ, നബിയുടെ കാലത്തെ തലമുറയുടെ രണ്ടാം തലമുറ ജന്മമെടുക്കുന്ന സമയമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലം. മാത്രമല്ല ഒരുപാട് അനറബി പ്രദേശങ്ങളും പേർഷ്യക്കാരും ഒക്കെ ഇസ്ലാമിലേക്ക് വന്ന, അയറാബികൾ ഇസ്ലാമിലേക്ക് വന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വന്നിട്ട് കലക്കാൻ പറ്റുമെന്ന് ജൂതനായ അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്ത് മുസ്ലിം ആണെന്ന് തലാഹറ ബിൽ ഇസ്ലാം, ഇസ്ലാമാണെന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു. സ്വാഭാവികമായിട്ട് വന്ന ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന ഒരാൾ ചോദ്യം ചെയ്യൊന്നുമില്ല. അങ്ങനെ ഇദ്ദേഹം കുറെ ആളുകളെ, ഉപജാപക സംഘങ്ങളെ സൃഷ്ടിച്ചു. അയറാബികളെ പോയിട്ട് കുറെ ഉസ്മാനുള്ളാഹിനെതിരെ തിരിച്ചു. കൂഫയിൽ പോയിട്ട് അവിടെ ഒരു ടീമിനുണ്ടാക്കി, ബസറയിൽ പോയിട്ട് കുറച്ച് ടീമിനുണ്ടാക്കി, ഈജിപ്തിൽ പോയിട്ട്, കാരണം ഹിജാസിൽ ഒരിക്കലും ഉസ്മാനുള്ളാഹിനെതിരെയുള്ള ഒരു കലാപവും അല്ലെങ്കിൽ ഒരു അപവാദവും അത് അവിടെ നടക്കൂല. അപ്പൊ കൂഫയിലും ബസ്രയിലും ഷാമിലും ഈജിപ്തിൽ വരെ പോയിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തി. കുറച്ച് ആളുകൾ എന്തിനും വീഴുമല്ലോ, പ്രത്യേകിച്ച് പുതിയ തലമുറ. ആ പുതിയ തലമുറ ആണ് ഇദ്ദേഹത്തിന്റെ അനുയായികളായിട്ട് വന്നത്. അതിന്റെ ഇടയിൽ ഒരിക്കൽ ഇദ്ദേഹം പിടിക്കപ്പെട്ടത് അന്നത്തെ ബസറയിലെ ഗവർണറായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അമർ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാന്ന്? ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ചില നിഗൂഢത കണ്ടപ്പോ അപ്പൊ അദ്ദേഹം പറഞ്ഞു, റജുലും മിൻ അഹ്ലിൽ കിതാബ് റഗിബ ഫീ ജിവാരിക വ റഗിബ ഫിൽ ഇസ്ലാം. ഇസ്ലാമിനോടും താങ്കളുടെ സൗഹൃദവും ഒക്കെ താല്പര്യമുള്ള ഒരു അഹ്ലു കിതാബപ്പെട്ട ഒരാളാണ്, ഇസ്ലാമായ ആളാണെന്ന് പറഞ്ഞു. സ്വാഭാവിക അദ്ദേഹത്തെ വിട്ടു. പക്ഷെ ഇദ്ദേഹം ഈ തുരപ്പം പണി ആ സമൂഹത്തിൽ നന്നായി പ്രവർത്തിക്കുകയും അങ്ങനെ ആയിഷ ബീവിയുടെ പേരിൽ കള്ളക്കത്തുകൾ ഈജിപ്തുകാർക്ക് അയക്കുകയും ഉസ്മാന്റെ ജനങ്ങളെല്ലാം ഉസ്മാനെതിരാണ് എന്നിട്ട് ഓരോ നാട്ടിലേക്കും മറ്റേ നാട്ടിന്റെ പേരിൽ കത്തയച്ച്, ഈജിപ്തിയുടെ പേരിൽ ഷാമുക്ക് കത്തയച്ച്, ബസറക്കാരുടെ പേരിൽ ഈജിപ്ത് കത്തയച്ചു. പലപ്പോഴും ആയിഷ ബീവിന്റെ പേരിൽ നിങ്ങൾ ആലോചിച്ചേക്ക്, ആ കാലത്ത് ആ ബുദ്ധി വർക്ക് ചെയ്തത്. ആയിഷ ബീവിന്റെ പേരിൽ ആയിഷ ബീവിക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇന്നത്തെ മാറ്റി ഓണോ സംവിധാനം ഇല്ലാത്തൊരു കാലത്ത് ആയിഷ ബീവി പറയുന്നതായിട്ട് ഈജിപ്തിക്ക് കത്തയച്ചു. അങ്ങനെ കുറെ ആളുകൾ ഈ കെണിയിൽ കുടുങ്ങി. ആ കെണിയിൽ കുടുങ്ങിയ ആളെല്ലാം ഹിജ്റ 35 മദീനയിൽ, ജനങ്ങളെല്ലാം ഹജ്ജിന് പോയ തഞ്ചം നോക്കിയിട്ട് മദീനയിൽ വന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ വീട് വളയുകയും 40 ദിവസം അദ്ദേഹത്തിന് വെള്ളം പോലും കൊടുക്കാതെ ഉപരോധിക്കുകയും അവസാനത്തെ അദ്ദേഹത്തെ കൊന്നുകളയുകയും ചെയ്തത് ഈ ഇബ്നു സൗദാഹി എന്ന ഈ ജൂതനാണ്. ഈ ഷിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ അബ്ദുല്ലാഹി ഇബ്നു സൗദാഹ് എന്നും പേരുണ്ട്, അഥവാ കറുത്തവന്റെ മകൻ. ഈ കറുത്തവൾ ആരാ? ആഫ്രിക്കക്കാരിയായ അദ്ദേഹത്തിന്റെ ഉമ്മയാണ്. അങ്ങനെ അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അപ്പൊ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പ്രതിരോധിക്കാൻ സഹാബികളൊന്നും ഉണ്ടായില്ല എന്ന് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പ്രതിരോധിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ
ഭൂരിപക്ഷ സഹാബികളും മക്കത്തായിരുന്നു ഹജ്ജ് വേള ആയതുകൊണ്ട്. ബാക്കിയുള്ളവര് അതിർത്തി സംരക്ഷണത്തിലായിരുന്നു. കാരണം മുസ്ലിങ്ങൾ അതിർത്തി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ അതിർത്തി സംരക്ഷണത്തിനും പോയി ബാക്കിയുള്ളവർ ഹജ്ജിനും പോയ തഞ്ചം നോക്കിയിട്ടാണ് ഈ ഓപ്പറേഷന് വേണ്ടി ഇയാൾ വന്നത്. അപ്പൊ ഇയാളൊരു പ്ലാൻ നോക്കണം. അങ്ങനെ ആ പ്ലാൻ വിജയിച്ചു. പക്ഷേ സഹാബികൾ ഉപരോധിക്കാൻ ശ്രമിച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു, എന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അവിടെ രക്തം ചിന്തണ്ട എന്ന് പറഞ്ഞിട്ട് ആ സഹാബികളെ നിരുത്സാഹപ്പെടുത്തിയതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഇവരുടെ കരങ്ങളിലൂടെ. അതാണ് ഇസ്ലാമിൽ ആദ്യത്തെ ഫിത്തിന, കുഴപ്പം. അതിനുശേഷം ഇസ്ലാമിൽ ഫിത്തിന അടങ്ങിയ ചരിത്രമില്ല. അത് ഇന്നും സിറിയയിലും ലബനാനിലും ഫലസ്തീനിലും ഈജിപ്തിലും ഇറാഖിലും ഒക്കെ അപങ്കുരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഫിത്തിനയുടെ ആദ്യത്തെ ആളാണ് ഈ അബ്ദുല്ലാഹി ബിൻ സബൈ എന്ന സ്ഥാപകനായ ജൂതൻ. അവരുടെ അനുയായികൾ തന്നെയാണ് ഇന്ന് ഇവിടൊക്കെ കുഴപ്പമുണ്ടാക്കുന്നത്. ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ മുസ്ലിങ്ങളെ രക്തം ചിന്തുന്നത് വലിയൊരു കഥയാണ്. ഇയാള് ആദ്യമായിട്ട് അവതരിപ്പിച്ച സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇദ്ദേഹം പറഞ്ഞു, ഓരോ പ്രവാചകന്മാർക്കും ഒരു വസിയ്യ ഉണ്ടാവും. ഏതുപോലെ മൂസാ നബിയുടെ വസിയ്യാണ് അദ്ദേഹത്തിന്റെ ഒപ്പം എങ്ങോട്ട് പോയ ഫെല്ലറിനെ തേടിപ്പോയ യൂഷാ ബിൻ നൂൻ. അതുപോലെ നമ്മളെ നബിക്ക് ഒരു വസിയുണ്ട്. ഈസാ നബി മരിച്ചാൽ തിരിച്ചു വരും നിങ്ങൾ വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് നമ്മളെ നബി തിരിച്ചു വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? ഇതൊക്കെ ജൂതായുസാണ്. ജൂതമതത്തില് മരിച്ച ആൾ തിരിച്ചു വരും. അതേമാതിരി ഒരാളുടെ പ്രതിനിധിയായിട്ട് വേറൊരാളുണ്ടാവും ഈ ലോകം നിയന്ത്രിക്കാൻ. അപ്പോ നബിയുടെ പ്രതിനിധിയാണ് ആര്? അലി. വസിയ്യ എന്നാണ് അതിന് പറയുക. അതായത് നബി വസിയ്യത്ത് ചെയ്ത് എന്റെ പിൻഗാമിയാണെന്ന് പറഞ്ഞ ആള്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോയിട്ട് തിരിച്ചു വരും, അലി മരിച്ചു പോയിട്ട് തിരിച്ചു വരും. ഇങ്ങനെയുള്ള റുജ എന്നാണ് ഇതിന് പറയുക. തിരിച്ചുവരവ് വാദം, വസിയ്യത്ത് വാദം, അതുപോലെയുള്ള ഒരുപാട് വാദങ്ങൾ. ഇയാൾ പറഞ്ഞു, മുഹമ്മദുൻ ഖാത്തിമുൽ അംബിയ അലിയുൻ ഖാത്തിമുൽ ഔസിയ. നബി മുഹമ്മദ് നബി അവസാനത്തെ നബിയാണ്, അലി അവസാനത്തെ വസിയാണ്, നബിയുടെ വസിയാണ്. ഈ രീതിയിൽ കുറെ ചിന്താഗതികൾ. അതേമാതിരി തനാസുഖ് എന്ന് പറഞ്ഞാൽ അവതാര സിദ്ധാന്തം. അലി ഈ നബി തന്റെ പിൻഗാമിയെ നിശ്ചയിച്ചു. പിന്നെ അലിയുടെ പിൻഗാമിയായിട്ട് ഹസൻ. അലി പോയാൽ ആ സ്ഥാനം ഹസന് കിട്ടും. ഹസൻ പോയാൽ ഹുസൈന് കിട്ടും. ഹുസൈൻ പോയാൽ ഹുസൈനു ശേഷം ഹുസൈന്റെ മകൻ അലിയുൻ സൈനുൽ ആബിദീൻ. അലിയുൻ സൈനുൽ ആബിദീൻ പോയാൽ ജാഫർ, മുഹമ്മദുൽ ബാക്കിർ, ജാഫർ സാദിഖ്, മൂസൽ കാലിം, അലിയുൽ ദിള, അലിയുൽ ഹാദി, മുഹമ്മദ് ഹസൻ, ഹസനുൽ അസ്കരി, മുഹമ്മദുൽ ഹസൻ. അങ്ങനെ 12 ആളുകൾ ഇസ്ലാമിൽ ഇമാമുമാരുണ്ടാവും. ഈ ഇമാമുമാരാണ് ഇസ്ലാമിന്റെ ആൾക്കാർ, വസീകൾ എന്നൊക്കെ ഇയാൾ എന്ത് ചെയ്തു. അന്ന് 12 ആളെ പറഞ്ഞിട്ടില്ല, ഓരോർക്ക് ശേഷം അടുത്ത ആള് എന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ തിരിയാത്ത ചില ആശയം അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തമാണ്. ഇബ്ദഉ ബിത്തഅനി ഫീ ഉമറായിക്കും. നിങ്ങളുടെ ഭരണാധികാരികൾക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക. വളീറു അൽ അംറ ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ തസ്തമീലു അന്നാസ്. അതുപോലെ അംറു ബിൽ മഅറൂഫ്, ഞങ്ങൾ അംറു ബിൽ മഅറൂഫിന്റെ ആളാണ്, നഹി അനിൽ മുൻകറിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ആളുകളെ ആകർഷിക്കുക. ഇന്നും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഭരണാധികാരികൾക്കെതിരാണല്ലോ എപ്പോഴും ആളുകളെ ഇളക്കി വിടുന്നത്. അപ്പൊ അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാനെ ഇതിൽ ഇളക്കി വിട്ടു. ഉസ്മാൻ ബിൻ അഫ്ഫാനെ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഷഹീദാണെന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പ്രവചിച്ചതാണ്, സംഭവിക്കും. അപ്പോ ഒന്നാമത്തെ ഫിത്ന തുടങ്ങി. അതിനുശേഷം മുസ്ലിം ലോകത്ത് ഫിത്ന അവസാനിച്ചിട്ടില്ല, അത് അവസാനിക്കുകയുമില്ല. അപ്പൊ ഈ ഫിത്ന എവിടെ തുടങ്ങി, ആര് തുടങ്ങി, എന്താണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ പിന്നീട് ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായത്? പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇയാള് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അന്ത ഹുവ, നീ തന്നെയാണ് അള്ളാഹു, നീ തന്നെയാണ് അവൻ എന്നൊക്കെ പറഞ്ഞു.
അപ്പൊ രണ്ടാം ഘട്ടത്തിൽ ആദ്യം മൂപ്പര് നബിയുടെ വസീയത്തായിട്ട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം നബിയല്ല, അള്ളാഹു ആണ്, നബിയുടെ സ്ഥാനത്താണ് അലി, അള്ളാഹുവിന്റെ അവതാരമാണ് എന്ന രീതിയിൽ പറയാൻ തുടങ്ങി. ആ സമയത്ത് അലി അള്ളാഹു അദ്ദേഹത്തെ നാട് കടത്തി എന്ന അഭിപ്രായമുണ്ട്, കൊന്നുകളഞ്ഞു എന്ന അഭിപ്രായമുണ്ട്. കൊന്നുകളഞ്ഞു എന്നുള്ള അഭിപ്രായം അത്ര ശരിയല്ല, കാരണം അദ്ദേഹം പിന്നീടും ജീവിച്ചതായിട്ട് തെളിയിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഇതിനൊക്കെ അദ്ദേഹത്തിന്റെ പിന്നെ കുറെ ആളുകൾ, അപ്പൊ അദ്ദേഹം അലി അള്ളാഹു മരിച്ചപ്പോ ആളുകൾ അദ്ദേഹത്തോട് ഒന്ന് പറഞ്ഞു അലി മരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അലിയുടെ തലച്ചോറ് 70 പാത്രങ്ങളിൽ തളികകളാക്കി എന്റെ മുമ്പിൽ കൊണ്ടുവന്നാലും 70 സാക്ഷികളെ കൊണ്ടുവന്നാലും അലി മരിക്കുകയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അഥവാ അലി ഒരു ദൈവത്തിന്റെ സ്ഥാനത്ത് മൂപ്പര് അലിയെ അവരോധിച്ചു എന്നർത്ഥം. ആ രീതിയിൽ പിന്നെ അദ്ദേഹം മരിക്കുകയില്ല, ഈ മിന്നിലും ഇടിനാദങ്ങളൊക്കെ കേൾക്കുന്നത് അലിയുടെ ശബ്ദമാണ് എന്നൊക്കെ രീതിയിൽ അദ്ദേഹം പല സിദ്ധാന്തങ്ങളും ഇസ്ലാമിക സമൂഹത്തിൽ പ്രവചിക്കുകയുണ്ടായി. അതുപോലെ റൂഹുൽ ഖുദുസ്, പരിശുദ്ധാത്മാവ്, അത് ഈസയിലും പിന്നീട് നബിയിലും പിന്നെ അലിയിലും ഒക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമൂഹത്തെ, ഒരു പുതിയ ഇസ്ലാമിനെ അദ്ദേഹം സമൂഹത്തിൽ അവതരിപ്പിച്ചു. അതുവരെ ഇസ്ലാമിക സമൂഹത്തിൽ വിശ്വാസപരമായ ഒരു വ്യതിയാനം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ വ്യതിയാനം ഈ അബ്ദുല്ലാഹ് ബിൻ സബ എന്ന ജൂതൻ ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ ഈ സിദ്ധാന്തമാണ്. ഇനി ഷീസത്തിന്റെ അടിസ്ഥാനങ്ങൾ നമ്മളെ ഇസ്ലാം കാര്യത്തിൽ നമുക്കറിയാം. ഷഹാദത്ത്, സ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, 5 കാര്യങ്ങൾ. എന്നാൽ ഷീസത്തിന്റെ അടിസ്ഥാനം അസ്സലാത്തു വസ്സക്കാത്തു വസ്സൗമു വൽ ഹജ്ജു വൽ ഇമാമ. ഷഹാദത്ത് കലിമക്ക് പകരം ഇമാമത്ത് അഥവാ ഈ 12 ഇമാമമാരെ വിശ്വസിക്കുക എന്ന വാദമാണ് ഷീസത്തിന്റെ അടിസ്ഥാനം. ഇസ്ലാം കാര്യത്തിൽ തന്നെ അവരെന്ത് ചെയ്തു? വെള്ളം ചേർത്തു. ഷഹാദത്ത് ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്ത് ഇമാമത്ത് വാദി. അൽ ഇമാമത്തു അസ്ലുൻ മിൻ ഉസൂലിദ്ദീൻ ലാ യത്തിമുൽ ഈമാനു ഇല്ലാ ബിഹി ഇന്ന ഇൻകാറൽ ഇമാമ ശർറുൻ മിൻ ഇൻകാരിൻ നുബുവ്വ. ഇസ്ലാമിന്റെ അടിസ്ഥാനമാണെന്ത്? ഇമാമത്ത്. ഈ ഇമാമിൽ വിശ്വസിക്കുക. അലിയാണ് ഒന്നാമത്തെ ഇമാമ. അവസാനത്തെ ഇമാമ പിന്നെ മുഹമ്മദ് ബിൻ ഹസൻ എന്ന് പറഞ്ഞ 12ാമത്തെ ഇമാമ. അപ്പൊ ഈ ഇമാമമാരിൽ വിശ്വസിക്കില്ല. ആരെങ്കിലും ഇമാമത്തിനെ നിഷേധിച്ചാൽ അത് നുബുവത്തിനെ നിഷേധിക്കുന്നതിനേക്കാൾ വലുതാണ് എന്നാണ് ഇവരുടെ വാദം. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീരുമാനിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ പിൻഗാമികളെ അഥവാ ഇമാമമാരെ അറിയിച്ചു കൊടുക്കും. നബി അത് ജനങ്ങളോട് കൽപ്പിക്കും, ജനങ്ങൾ അത് സ്വീകരിക്കും എന്നാണ് ഇവർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ, തന്റെ ദിനങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ അള്ളാഹു നബിക്ക് വഹ്യ് നൽകി. യാ മുഹമ്മദ് ഖദ് ഖളൈത നൗബതക വസ്തക്മൽത അയ്യാമക ഫജ്അലിൽ ഇൽമല്ലദീ ഇൻദക വൽ ഈമാന വൽ ഇസ്മൽ അക്ബർ വമീറാസ ഇൽമിൻ നുബുവ ഫീ അഹ്ലി ബൈതിക ഇൻദ അലി ഇബ്നു അബീ താലിബ്. ഷിയാക്കളുടെ ഏറ്റവും വലിയ ഹദീസിന്റെ കിതാബാണ് കാഫി, അൽ കാഫി. നമ്മുടെ ബുഖാരിയുടെ സ്ഥാനത്താണ് അവരുടെ കാഫി. അപ്പൊ ഈ കാഫിയെ പറഞ്ഞൊരു ഹദീസാണത്. നബിയുടെ സമയം അവസാനിച്ചപ്പോൾ നബിക്ക് അള്ളാഹു വഹ്യ് നൽകിയത്, പ്രവാചകരെ അങ്ങയുടെ ഊഴം അവസാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് താങ്കളുടെ അടുത്തുള്ള ഇൽമും ഈമാനും ഇസ്മുൽ അക്ബറും നുബുവത്തിന്റെ അനന്തരാവകാശമൊക്കെ നിങ്ങളെ അടുത്ത ബന്ധുവായ അലിയെ ഏൽപ്പിക്കുക. അപ്പൊ അലിയായി നബിയുടെ അറിവിന്റെ സൂക്ഷിപ്പുകാരനും പിന്തുടർച്ചക്കാരനും പ്രചാരകനും. നമ്മൾ സുന്നി കിതാബുകളുടെ ചില ഹദീസാണ്, അനാ മദീനത്തുൽ ഇൽമി വഅലിയും ബാബുവ. ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാകുന്നു, അലി അതിന്റെ കവാടമാകുന്നു. നമ്മുടെ മൂല്യന്മാരൊക്കെ പറഞ്ഞു പറഞ്ഞു. ഇത് ഇവരുണ്ടാക്കിയ വേജ ഹദീസാണ്, അല്ലെങ്കിൽ ദുർബല ഹദീസാണ്. കാരണം എങ്ങനെ അലി മാത്രം നബിയുടെ അറിവിന്റെ കവാടാകുക? അതോടുകൂടി ഇസ്ലാം ഒരു മൂലക്കല് ഒതുങ്ങിയല്ലേ. നബിയുടെ അറിവിന്റെ കവാടം ഒരാളുടെ കുത്തകാവുമല്ലോ. നബിയുടെ അറിവ് എല്ലാവർക്കും, അന്നത്തെ മുഴുവൻ സഹാബികൾക്കും കിട്ടിയതല്ലേ. അത് ഒരാളെ കുത്തകാക്കിയോടുകൂടി ഇസ്ലാമിന്റെ വലിയൊരു അപജയം സംഭവിക്കൂല. ഈ രീതിയിലുള്ള ഹദീസുകളൊക്കെ അവർ നിർമ്മിച്ചു. അങ്ങനെ അതിലൂടെ അവരുടെ മതത്തിന്റെ അല്ലെങ്കിൽ ആശയത്തിന്റെ അടിത്തറ അവർ പഠിച്ചു.
അതുപോലെ അള്ളാഹു തആല ഒരു കിതാബ് അവതരിപ്പിച്ചു നബിയുടെ മരണത്തിന് മുമ്പായിട്ട്. ആ കിതാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ നുഖ്ബത്തിന് ക്രീമായ ആളുകൾക്ക്, ആ ക്രീമായ ആളുകൾ അലിയാണ്, ആ കിതാബ് സ്വർണത്തിന്റെ സീലൊക്കെ വെച്ചിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരേൽപ്പിച്ചു? അലിയെ ഏൽപ്പിച്ചു. അതാണ് ഷിയാക്കൾ തങ്ങളെ കയ്യിലുണ്ട് എന്നൊക്കെ പറയുന്ന കിതാബ് മുസഹഫ് ഫാത്തിമ എന്നൊക്കെ പറയും. അതാണ് യഥാർത്ഥ മുസഹഫ്. നമ്മളെ മുസഹഫ് സഹാബികൾ വെള്ളം ചേർത്ത മുസഹഫാണ് എന്നാണ് ഷിയാക്കൾ വാദിക്കുന്നത്. എന്താണ് ഇമാമത്തിന് അവർ നൽകുന്ന പ്രാധാന്യം? ഇത്തഫഖൽ ഇമാമിയത്തു അന്നമൻ അൻകറൽ ഇമാമത്ത അഹദിൻ മിനൽ അയിമ്മ വജഹദ മാ ഉജബഹു അല്ലാഹു ലഹു മിൻ ഫർളിത്ത വഹുവ കാഫിറുൻ ബാലുൻ മുസ്തഹിഖുൽ ഖുലൂദി ഫിന്നാർ. ഇമാം അലിയുടെയും ബാക്കി 12 ഇമാമുമാരിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഇമാമത്ത് നിഷേധിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹു നിർബന്ധമായും അനുസരിക്കാൻ കൽപ്പിച്ച ഈ ഇമാമുമാരെ ധിക്കരിക്കുകയോ ചെയ്താൽ അവൻ കാഫിറാണ്, വഴിവേച്ചവനാണ്, നിത്യ നരകത്തിൽ കടക്കുന്നവനാണ്. ബിഹാറുൽ അൻവാർ എന്ന ഷിയാക്കളുടെ ഗ്രന്ഥത്തിൽ 296 പേജിൽ 23 വാള്യത്തിലുള്ള പരാമർശമാണ്. അപ്പൊ ഇമാമത്തിന് ആരെങ്കിലും നിഷേധിച്ചാൽ, നമ്മളൊക്കെ പോയി നിഷേധിക്കുന്നവർ, അങ്ങനെ ഇമാമത്തിന്റെ നമുക്ക് ആർക്കും പാടില്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ ഷിയാക്കളുടെ വാദത്തിൽ കാഫിറുൻ മുസ്തഹിഖുൻ ഫിന്നാർ, നരകത്തിലെ നിത്യവാസികളും കാഫിറുകളുമാണ്. ആ കാര്യത്തിൽ നൂറുകണക്കിന് ഹദീസുകൾ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഷിർക്ക് കുഫ്ർ എന്നൊക്കെ പറഞ്ഞാൽ ആരാ? അമീറുൽ മോമിനീന്റെയോ അദ്ദേഹത്തിന് ശേഷം വരുന്ന അയിമ്മത്തുകളുടെയോ ഇമാമത്ത് അംഗീകരിക്കാത്തവരാണ്. അവര് മുഖ്ലദൂന ഫിന്നാർ, നരകത്തിൽ നിത്യവാസികളായിരിക്കും. ഈ ഇമാമാരുടെ പ്രത്യേകത എന്തൊക്കെ അറിയോ? നമ്മളെ സി എം മടവൂരിനെ പറ്റി ഇപ്പൊ ആൾക്കാർ പറയുന്ന മാതിരി ആദ്യം പറഞ്ഞത് ഷിയാക്കളാണ്. അവരവിടെ ഇമാമുമാരെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ കേട്ട്, ലനഅലം മാ ഫി അസ്ലാബി റിജാൽ വഅർഹാമിൻ നിസാ വനഹ്നു ഹുജ്ജത്തുല്ലാഹി അലാ ഖൽഖിഹി വല്ലാഹി ലൗ അംലാലക്കും ലൗ ഉഹ്സിലക്കും കുല്ല ഹസാത്തി തിഹാമാ ലൗ ഖുബറുക്കും. സ്ത്രീകളുടെ ഗർഭപാത്രത്തിലുള്ളതും ആണുങ്ങളുടെ മുതുകളിലുള്ളതും ഒക്കെ ഞങ്ങൾക്കറിയാം. അഥവാ അവിടെ ജനിക്കാൻ പോകുന്ന എല്ലാ ആൾക്കാരെ കുറിച്ച് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിലെ ഉജ്ജത്തുകളാണ്. തിഹാമയിലെ ചരലുകൾ എത്രയാണെന്ന് എണ്ണിക്കണക്കാക്കാൻ ഞങ്ങൾക്കറിയും. അത് വേണ്ടി വന്ന് ഞങ്ങളത് പറയുകയും ചെയ്യും. ഇന്നീല അയലമു മാഫിസമാവാത്തി മാഫിൽ അല്ലയോ മാഫിൽ ജന്നത്തി മാഫിന്നാർ അയലമുമായ കൂനുമാക്കാൻ. ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും നരകത്തിലുള്ളതും വരാൻ പോകുന്നതും വന്നു കഴിഞ്ഞതുമെല്ലാം ഞാൻ അറിയും എന്ന് അലിയല്ലാഹു പറഞ്ഞതായിട്ട് ഒരു വ്യാജ ഹദീസ് ഇവരുടെ കാഫിയിൽ വന്നൊരു ഹദീസാണ്. അതുപോലെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ലൗ കുന്തു ബൈന മൂസ വൽ ഖദിർ ലഅഖബർതുഹുമാ അന്നി അഅലമു മിൻഹുമാ. ഞാൻ മൂസയുടെയും ഖിളിറിന്റെയും അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവർ രണ്ടാളോടും പറയും, ഞാനാണ് നിങ്ങളെക്കാൾ വിവരമുള്ളവൻ. കാരണം അവർക്ക് കഴിഞ്ഞ വിവരം അറിയുള്ളൂ, വരാനിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വിവരം ആർക്കറിയില്ല. മൂസക്കും ഖദിറിനും അറിയില്ല. എനിക്ക് വരാനിരിക്കുന്നതും അറിയും, കഴിഞ്ഞതും അറിയും. അപ്പൊ അതുകൊണ്ട് ഞാനാണ് നിങ്ങളെക്കാൾ മഹാൻ. എന്നല്ല അയിമ്മ യഅലമൂന മത്താ യമൂതൂന വഅന്നഹും ലാ യമൂതൂന ഇല്ലാ ബിഇഖ്തിയാരിഹിം വലാ യഖ്ഫാ അലൈഹിം ശൈഉൻ വമൻ ജഹദ ഇമാമത അഹദിഹിം കമൻ അൻകറ നുബുവ്വത ജമീഅൽ അംബിയാ. ഈ ഷിയാ ഇമാമുമാർക്ക് അവരെപ്പോഴാണ് മരിക്കുക എന്നറിയാ? അവരുടെ ചോയ്സ് പ്രകാരമാണ് അവർ മരിക്കുക. അതായത് എനിക്കിപ്പോ മരിക്കണം തോന്നിയാലേ ഞാൻ മരിക്കുള്ളൂ, അല്ലാതെ അള്ളാഹ്ക്കയിൽ ഇടപെടാൻ കഴിയില്ല. അവരുടെ ഇമാമത്തിന് ആരെങ്കിലും നിഷേധിച്ചാൽ മുഴുവൻ പ്രവാചകന്മാരുടെയും നുബുവത്തിനെ നിശ്ചയിച്ചതുപോലെയാണ്. നമ്മുടെ കേരളത്തിക്കാർക്ക് സുപരിചിതനായ ഹുമൈനി, അദ്ദേഹത്തെ ഇമാം ഹുമൈനി എന്നൊക്കെയാണ് ആൾക്കാർ എഴുതിയതും പറയുകയും ചെയ്തിരുന്നത്. ഇദ്ദേഹം ഒരുപാട് മുസ്ലിങ്ങളെ ഐക്യസമ്മേളനത്തിലൊക്കെ പോയി വിളിക്കുകയും പല മുസ്ലിങ്ങളും അദ്ദേഹത്തിന്റെ ഐക്യസമ്മേളനത്തിലൊക്കെ പോയ ആളാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണ് എന്ന് മാത്രം ആരും പഠിച്ചില്ല.
അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഇസ്ലാമിക ഗവൺമെന്റ് എന്ന പുസ്തകത്തിന്റെ 52-ാമത്തെ പേജിൽ, ഇന്നലി അയിമ്മത്തിന മക്കാമൻ മഹമൂദൻ ദറജത്തൻ സാമിയത്തൻ ഖിലാഫത്തൻ തക്വീരിയത്തൻ തഖ്ലഉ ലി വിലായത്തിഹ ജമീഉ ദുറാത്തി ഹാദൽ ഖൗൽ വഇന്ന മിൻ ളറൂറിയാത്തി മദ്ഹബിന അന്നലി അയിമ്മത്തിന മക്കാമൻ ലാ യബ്ലുഗുഹു മലക്കുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസൽ. ഞങ്ങളെ ഇമാമമാർക്ക് എന്തുണ്ട്? അത്യുന്നതമായ മഖാമും മഹ്മൂദുണ്ട്, ഉന്നതമായ സ്തുത്യർഹമായ പദവിയുണ്ട്, അത്യുന്നതമായ സ്ഥാനമുണ്ട്, ഈ പ്രാപഞ്ചികമായ വ്യവസ്ഥിതിയുണ്ട്. അഥവാ പ്രപഞ്ചത്തിലെ ഒരു അണു പോലും ഞങ്ങളുടെ ഇമാമമാർ അറിയാതെ ചലിക്കുകയില്ല. നമ്മുടെ മദ്ഹബിന്റെ അഥവാ ഷീഈ മദ്ഹബിന്റെ അടിസ്ഥാന താല്പര്യങ്ങളിൽപ്പെട്ടതാണ് ഞങ്ങളുടെ ഒരു ഇമാമിന്റെ പദവിയിൽ അള്ളാഹുവിന്റെ മുഖറബായ ഒരു മലക്കിനോ അള്ളാഹുവിന്റെ മുർസലായ ഒരു നബിക്കോ എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്നത് നമ്മുടെ മദ്ഹബിന്റെ അനിവാര്യമായ താല്പര്യങ്ങളിൽ പെട്ടതാണ് എന്ന് നമ്മളൊക്കെ അറിയാതെ ചോര തളച്ച ഖുമൈനിയുടെ വാക്കാണ് ഈ പറഞ്ഞത്. ആ പുസ്തകം CMSA മലയാളത്തിലേക്ക് അരീക്കോട് ഇസ്ലാമിക് ഫൗണ്ടേഷനിൽ നിന്ന് 1980-കളിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത പുസ്തകം. ഒരു ചെറിയ ചില അട്ടിമറിശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും ഏകദേശ ആശയം ഇപ്പോഴും ആ മലയാള പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ അലി റളിയല്ലാഹു എന്ന് പറയുന്നതായിട്ട് അവർ അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കുന്നു. അനൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ, ഞാനാണ് ആദ്യത്തവൻ, ഞാനാണ് അവസാനത്തവൻ, ഞാനാണ് ബാഹ്യമായുള്ളവൻ, ഞാനാണ് ആന്തരികമായുള്ളവൻ. അപ്പൊ അള്ളാഹയാണ് ഞാൻ എന്നാണ് പറയുന്നത്. ഈ ദൈവികതാവാദമാണ് ഷിയാക്കൾ അവരുടെ ഇമാമുമാർക്ക് കൊടുത്തത്. പിന്നീട് സുന്നികൾ, ചില സൂഫികൾ അത് കോപ്പിയടിച്ചിട്ടാണ് സുന്നി ലോകത്ത് ഈ തരത്തിലുള്ള ഇവര് ഇമാമുമാർക്ക് കൊടുത്ത പദവികളൊക്കെ നമ്മൾ ഔലിയാക്കന്മാർക്ക് കൊടുത്തിട്ട് അതിമാനുഷരായ മനുഷ്യന്മാരെ കഥകൾ നമ്മുടെ സുന്നി സാഹിത്യങ്ങളിൽ പ്രചരിച്ചത് അങ്ങനെയാണ്. ഇവരെ പറ്റി നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അതെല്ലാം പറഞ്ഞാൽ ഇതുപോലുള്ള 1-2 ഒരു മാസം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. അത്രമാത്രം പരന്ന ഒരു വിശാലമായ കാര്യങ്ങളാണ് ഇവരെ ഖുർആനെ പറ്റിയുള്ള ഇവരുടെ ചില വാദങ്ങൾ ഞാൻ പറയാം. ഇമാമത്തിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഞാനീ പറയുന്ന ഓരോ വിഷയത്തിലും 10-ലധികം പുസ്തകങ്ങൾ ഈ ഒരു വിഷയത്തിൽ മാത്രമുണ്ട്. അപ്പൊ എത്ര പരിമിതമായിട്ട് ഞാൻ പറയുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഖുർആനെ പറ്റി ഇവരുടെ കിതാബിൽ പറയുന്നു, ഇന്നൽ അഖ്ബാറ ദാല്ല അലാ തഹരീഫിൽ ഖുർആൻ യസീദു അലാ അൽഫി ഹദീസ്, 2000-ലധികം ഷിയാ നിവേദനങ്ങൾ, ഹദീസുകൾ ഖുർആനിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചുണ്ട്. ആ 2000-ലധികം ഹദീസുകൾ എല്ലാം കൂടി ഒരു കിതാബിൽ ഒരുമിച്ച് കൂടി. ആ കിതാബിന്റെ പേരെന്തായാലും ഫസ്ലുൽ ഖിതാബ് അലാ തഹരീഫി കിതാബി റബ്ബിൽ അർബാബ്, നൂരി അത്തബ്രസി എന്ന ഷിയാ പണ്ഡിതൻ ഏതൊരു കിതാബാണിത്. അഥവാ അള്ളാഹുവിന്റെ കിതാബിൽ മാറ്റിമറിക്കൽ നടന്നിട്ടുണ്ട് എന്നത് കട്ടായം. ഫസ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ കട്ടായം, അതിൽ യാതൊരു സംശയവും ആ കിതാബിൽ. ആ കിതാബില് ഷിയാക്കളുടെ പൂർവിക പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട 2000-ലധികം റിവായത്തുകൾ അള്ളാഹുവിന്റെ ഖുർആനിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള റിവായത്തുകളുള്ള ഒരു പുസ്തകമാണ്. ഷിയാ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ളൊരു കാര്യമാണ് ഖുർആനിൽ തഹരീഫ് അഥവാ മാറ്റിമറിക്കൽ നടത്തിയിട്ടുണ്ട് എന്ന്. അവരിൽ ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരാണ് കുലൈനി, ബുർഖി, നൊമാനി, ഫബ്രസി, മജ്ലിസി, ജസായിരി, ആമിലി, അൽ ഫുത്തൂനി, അൽ ഖൂനി, അൽ ബഹ്റാനി എന്നൊക്കെ പറഞ്ഞുള്ള ആധുനികരും പൗരാണികരുമായ അവരുടെ ഏകദേശം പണ്ഡിതന്മാരൊക്കെ ഇജ്മാ ഉള്ളൊരു കാര്യമാണത്. ഖുർആനിൽ മാറ്റിമറിക്കൽ നടന്നിട്ടുണ്ട്. ആരാണ് മാറ്റിമറിച്ചിട്ടുണ്ടാകുക? സഹാബികൾ. എന്തിനു വേണ്ടി? അലിയാണ് നബിയുടെ പിൻഗാമി എന്ന ഖുർആനിലുള്ള ആയത്തുകൾ അട്ടിമറിച്ചു. ആര്? അബൂബക്കർ റളിയല്ലാഹുവിനെ ഖലീഫയാകാൻ വേണ്ടി സഹാബികൾ. അങ്ങനെയുള്ള ഖുർആനൊക്കെ എന്ത് ചെയ്തു? ഉസ്മാൻ അഫ്ഫാന്റെ കാലത്ത് കത്തിച്ചു കളഞ്ഞു. ആ യഥാർത്ഥ ഖുർആനെന്ന് ഇല്ല, ഇന്നത്തെ ഖുർആൻ വ്യാജമാണ് എന്നാണ് ഷിയാക്കളുടെ വാദം. ഖുമൈനി പറയുന്നു, ബർജൗദരി എന്ന പണ്ഡിതൻ പറയും, ഇന്നൽ അസ്ഹാബ് ഖദ് അത്ബഖു
على صحة الأخبار المستفيضة بالمتواترة الدالة تصريحها على وقوع تحريف القرآن. ഖുർആൻ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിൽ മുത്തവാത്തിറായ ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മുസ്തഫീവായ അഖ്ബാറുകൾ നമ്മുടെ ആ മുസാഫിയത്ത് വരും. അപ്പൊ ഈ ഒരു 12 നൂറ്റാണ്ട് അല്ലെങ്കിൽ എന്നാണോ തിരിച്ചു വരിക, ഈ 12 നൂറ്റാണ്ട് നമ്മൾ ഖുർആൻ ഇല്ലാതെ ജീവിച്ചത്, യഥാർത്ഥ മുസാഫിയത്ത് മൂപ്പര് പോയി. ഇതാണ് ഷിയാവാദം. അപ്പൊ നമ്മളെ കയ്യിലുള്ള മുസാഫ് ഏതാ? അത് സഹാബികൾ കെട്ടിയുണ്ടാക്കിയ വ്യാജ മുസാഫാണ്. ഖുമൈനി തന്നെ പറയുന്നു, ഇന്ന ഉലൈകല്ലദീന ലാ യഅനൂന ബിൽ ഇസ്ലാമി വൽ ഖുർആനി ഇല്ലാ ലിഅഗ്റാദിൻ ദുനിയ വറിയാസ കാനൂ യത്തഖിദൂന മിനൽ ഖുർആനി വസീലത്തൻ ലിതൻഫീദി അഗ്റാദിഹിം അൽ മശ്ബൂഹ വയഹ്ദിഫൂന തിൽക്കൽ ആയാതി മിൻ സഫഹാതിഹി ويسقطون القرآن من أنوار العالمين إلى الأبد ويلصقون العرب المسلمين بالقرآن. ആ ഇസ്ലാമിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത അവർ അഥവാ സഹാബികൾ ഇസ്ലാമിനും ഖുർആനിനും ദുനിയാവിന്റെയും ലക്ഷ്യത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനും വേണ്ടി അവരെന്ത് ചെയ്തു? ഖുർആൻ ഒരു വസീലയാക്കി മാറ്റി, അവരുടെ നിഗൂഢമായ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി. അങ്ങനെ അവർ ഖുർആനിന്റെ പേജുകളിൽ നിന്ന് അരിയെപ്പറ്റിയും ഇമാമത്തിനെ പറ്റിയൊക്കെ പറഞ്ഞുള്ള ആയത്തുകളൊക്കെ എന്ത് ചെയ്തു? മായ്ച്ചു. ഖുർആനെ അവര് തരംതാഴ്ത്തി ജനങ്ങളുടെയും ലോകത്തിന്റെയും മനസ്സിൽ. കശ്ഫുൽ അസ്റാർ എന്ന ഖുമൈനിയുടെ പുസ്തകത്തിലെ 131 പേജിലാണ് ഈ കാര്യം. ഇന്ന മുസ്ഹഫ് ഫാത്തിമ, ഞങ്ങളെടുത്തൊരു മുസ്ഹഫ് ഫാത്തിമ ഉണ്ട്, യഥാർത്ഥ മുസ്ഹഫ്. ഷിയാക്കള് ഒരു മുസ്ഹഫിന് പറയുന്ന പേരാണ് മുസ്ഹഫ് ഫാത്തിമ. അതായത് അരിക്ക് വഹി ഇറങ്ങി, നബിക്ക് വഹി ഇറങ്ങിയപ്പോ അരി എഴുതി വെച്ചു, അത് ഫാത്തിമാവിന്റെ കയ്യിലായിരുന്നു, പിന്നെ ഹുസൈന്റെ കയ്യിലായി, അങ്ങനെ അടുത്തടുത്ത ആളെ കയ്യിലായിട്ട് അവസാനത്തെ ആള് അതായിട്ട് പോയി. ഈ മുസ്ഹഫ് ഫാത്തിമന്റെ പ്രത്യേകത എന്താരോ? മുസ്ഹഫുൻ ഫീഹി മിസ്ല ഖുർആനിക്കും ആദാ സലാസ മറത്ത്. നിങ്ങൾ ഈ ഖുർആന്റെ 3 ഇരട്ടിയുള്ള മുസ്ഹഫാണ് യഥാർത്ഥ മുസ്ഹഫ്. വല്ലാഹി മാ ഫീഹി മിൻ ഖുർആനിക്കും ഹർഫുൻ വാഹിദ്. നിങ്ങൾ ഈ ഖുർആനിൽ ഉള്ള ഒരക്ഷരം പോലും യഥാർത്ഥ മുസ്ഹഫിൽ ഇല്ല. അഥവാ ഷിയാക്കളുടെ കയ്യിലുള്ള യഥാർത്ഥ മുസ്ഹഫിൽ നമ്മളെ കയ്യിലുള്ള ഒരു അക്ഷരം പോലും ഇല്ല. അവരുടെ ബുഖാരിയുടെ സ്ഥാനത്തുള്ള കാഫി എന്ന കിതാബിലെ ഒരു ഹദീസാണ് ഞാൻ വായിച്ചത്. ഇതാണ് ഷീസം ഖുർആനെ പറ്റി. അപ്പൊ ഖുർആൻ എന്ത് ചെയ്തു? ഫാത്തിമ ബീവിക്ക് അവതരിച്ചു, അലി എഴുതി വെച്ചു, പിന്നെ മൂപ്പരടുത്ത്, പിന്നെ അടുത്ത ആൾ അവസാനം മഹദിന്റെ 12ാമത്തെ ആളെടുത്ത് സൂക്ഷിച്ചു, അയാൾ അതുമായിട്ട് വരും. ഖുമൈനി തന്നെ പറയുന്നു, ലഖദ് കാന സഹിലൻ അലൈഹിം അൻ യുഖ്രിജു ഹാദിഹിൽ ആയാത് മിനൽ ഖുർആൻ വയതനാവലുൽ കിതാബ സമാവി ബിത്തഹരീഫ് വയസ്തിലു വസിതാറ അലൽ ഖുർആൻ വയുഗയ്യിബൂഹും മിൻ അയ്യിനിൽ ആലമീൻ. സഹാബികളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിരുന്നു എന്ത്? ഖുർആനിൽ നിന്ന് ഈ ആയത്തുകളൊക്കെ മാറ്റാനും അള്ളാഹുവിന്റെ ദൈവികമായ ഗ്രന്ഥത്തെ അട്ടിമറിക്കാനും അതിൽ പുകമറ സൃഷ്ടിക്കുവാനും ആ യഥാർത്ഥ ഖുർആൻ ലോകരുടെ കണ്ണിൽ നിന്ന് ഒഴിവാക്കാനും അഥവാ അപ്രസക്തമാക്കാനും സഹാബികൾക്ക് വളരെ സൗകര്യമായിരുന്നു. നഅൂദുബില്ലാ. ഇതാണ് ഖുർആനിനെ കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാടിന്റെ വളരെ ചെറിയ ചില നൂറുകണക്കിന് ഹദീസുകളിൽ ഞാൻ 2-3 പറഞ്ഞിട്ടുള്ളൂ. ഇനി സഹാബികളെ കുറിച്ച് ഇവരുടെ വാദം എന്താ? കാരണം ഈ ഖുർആന് നമ്മൾക്ക് എത്തിച്ചു തന്നവർ സഹാബികളാണ്. അപ്പൊ സഹാബികളിൽ അവിശ്വാസം ഉണ്ടാക്കിയാലേ ഖുർആനിലും ഹദീസിലൊക്കെ അവിശ്വാസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോ സഹാബികളെ പറ്റി ഇവര് പറയുന്നത്, ഇന്നന്നാസ കാനു അഹ്ല റിദ്ദത്തിൻ ഇല്ലാ സലാസ് അൽ മിഖ്ദാദ് ബിൻ അസ്വദ്, അബൂദർ അൽ ഗിഫാരി, സൽമാൻ അൽ ഫാരിസി. ഇത് കാഫിയിലെ ഒരു ഹദീസാണ്, ഇവർ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥത്തിലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ജനങ്ങൾ തന്നെ സഹാബികൾ, അന്നലെ ജനങ്ങൾ സഹാബികൾ മുർത്തദ്ദായി ഇല്ലാ സലാസ, 3 ആള് വെച്ച്. ഈ 3 ആള് ആരാ? മിഖ്ദാദ് ബിൻ അസ്വദ്, അബൂദർ അൽ ഗിഫാരി, സൽമാൻ അൽ ഫാരിസി.
الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على حي على حي على لا إله إلا الله. അപ്പോ സഹാബികളെ കുറിച്ചുള്ള ഇവരുടെ വീക്ഷണം, അവരുടെ ചില തഫ്സീറുകളെല്ലാം രസകരമായിട്ട് സഹാബികളെ പറ്റി അവര് തഫ്സീർ ചെയ്യുന്നുണ്ട്. യൗമയാലിമുലായതൈ, അക്രമി കൈകടിക്കുന്ന ദിവസം. അല്ലാലിമു യാനി അബൂബക്കർ, അബൂബക്കറാണ് അവിടെ ലാലിമു. ഇന്നല്ലാഹ യഅ്മുറുകും ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു നിങ്ങളോട് അദിലും ഇഹ്സാനും കൽപ്പിക്കുന്നു, അഥവാ അലി ഫാത്തിമ. വഇതാഇ ദിൽ ഖുർബ, അടുത്തവർക്ക് കൊടുക്കാൻ കൽപ്പിക്കുന്നു, അഥവാ ഹസൻ ഹുസൈൻ. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, ഫഹ്ശാ അബൂബക്കർ, മുൻകർ ഉമർ, ബഗി ഉസ്മാൻ. തഫ്സീറാണ് ഷിയാക്കളുടെ തഫ്സീറുൽ ഖുമ്മി പോലുള്ള തഫ്സീറുകളിലുള്ള തഫ്സീറിന്റെ കോലാണ് ഈ പറഞ്ഞത്. അബൂബക്കറിനെ പറ്റി മാത്രല്ല അവര് ചില സ്പെഷ്യൽ അബൂബക്കർ വ ഉമർ കാഫിറാനി വ കാഫിറുൻ മൻ അഹബ്ബഹുമ, അബൂബക്കറും ഉമറും കാഫിറാണ്, അവരെ സ്നേഹിക്കുന്നവരും കാഫിറാണ്. അവരുടെ കിതാബിലെ ബിഹാറുൽ അൻവാറിലെ മജ്ലിസിയുടെ ഒരുപാട് കിതാബുള്ള, ബിഹാറുൽ അൻവാർ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബാണ്. 150 വാല്യുള്ള കിതാബാണ്. ബാക്കറുൽ മജ്ലിസി എന്ന പണ്ഡിതന്റെ ബിഹാറുൽ അൻവാർ എന്ന ഷിയ പുസ്തകം 150 വാല്യുള്ള വലിയ കിതാബാണ്. ഇനി പറയുന്നു അൽഅഖ്ബാറു ദാല്ലത്തു അലാ കുഫ്രി അബീബക്കർ വ ഉമർ വ അദ്റാബുഹുമാ വ സവാബു ലഅനതിഹിം വൽ ബറാഅത്തു മിൻഹുമാ യതളമ്മനു ഇദാഹും അക്ബർ മിൻ അൻ അക്സറു മിൻ അൻ യുസ്കർ ഫീ ഹാദൽ മുജല്ലദ് ഔ മുജല്ലദാത്തിൻ ശത്താ. ഇയാൾ പറയണം അബൂബക്കറിന്റെയും ഉമറിന്റെയും അതുപോലുള്ള ആളുകളുടെയും കുഫ്ർ, അവരെ ക്ഷമിച്ചാലുള്ള കൂലി അവരിൽ നിന്ന്
സ്വയം മുക്തി പ്രഖ്യാപിച്ച് ഞാൻ അവരിൽ നിന്ന് ബരിയാണ്, മുക്തനാണ് എന്ന് പറഞ്ഞാൽ അതിനുള്ള കൂലി അതൊക്കെ ഈ ഒരു ബാല്യത്തിലോ ഇതുപോലുള്ള ഒരുപാട് ബാല്യത്തിലോ പറഞ്ഞാൽ തീരൂല. കാരണം ഇന്ന അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ മുആവിയ ഫി തവാബീത്തിൻ മിനൻ നാർ, ഒരു പരലോകത്ത് നരകത്തിന്റെ പെട്ടികളിലാണ് ആര്? അബൂബക്കർ ഉമർ ഉസ്മാൻ മുആവിയ റളിയല്ലാഹു അൻഹു അജ്മഈൻ. ഇനി അവരുടെ മറ്റൊരു കിതാബിൽ പറയുന്നു അഖീദത്തുന അഷ്യ അന്ന തബറഅ മിനൽ അസ്നാമിൽ അർബഅ അബൂബക്കർ ഉമർ ഉസ്മാൻ വ മുആവിയ വന്നിസാഇൽ അർബഅ ആയിഷ ഹഫ്സ ഹിന്ദ് ഉമ്മുൽ ഹക്കം ومن جميع أشيائهم وأتباعهم وإنهم شر الخلق على وجه الأرض لا يتم الإيمان بالله ورسوله والأئمة إلا بعد التبرؤ من أعدائهم. നമ്മുടെ ഷിയാക്കളുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് 4 വിഗ്രഹങ്ങളിൽ നിന്നുള്ള മോക്ഷം. ഏതാണ് 4 വിഗ്രഹം? അബൂബക്കർ ഉമർ ഉസ്മാൻ മുആവിയ. 4 സ്ത്രീകളിൽ നിന്നുള്ള മോക്ഷം ആയിഷ ഹഫ്സ ഹിന്ദ് ഉമ്മുൽ ഹക്കം. ഹിന്ദ് എന്ന മുആവിയ റളിയല്ലാഹുവിന്റെ മാതാവ് അഥവാ അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ. ഉമ്മുൽ ഹക്കം എന്ന അദ്ദേഹത്തിന്റെ മകളാണെന്ന് തോന്നുന്നുണ്ട്. ചരിത്രത്തിൽ ഒരുപാട് ഉമ്മുൽ ഹക്കം സഹാബികളുടെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. അവരെ പോലുള്ള കക്ഷികളും അവര് സൃഷ്ടികളിൽ ഏറ്റവും വൃത്തികെട്ടവരാണ് ഭൂമുഖത്ത്. അവരെ ശപിക്കുന്നതിലൂടെ അല്ലാതെ ഈമാനും അള്ളാഹുവിലും റസൂലിലും അയിമ്മത്തിലുള്ള ഈമാൻ പൂർത്തിയാവുകയില്ല. ഇവരെ വലിയൊരു ദുആ ഉണ്ട്. നമ്മളെ ഖുമൈനിന്റെ ഒക്കെ ഒരു എന്നും ചൊല്ലിയിരുന്നൊരു വിറുതാണ്. ആ വിറുത് ഭയങ്കര രസമുണ്ട്. അതിപ്പോ ഇവിടെ പറയാൻ സമയമില്ല, അർത്ഥം പറയാനും പറ്റില്ല, അത്ര വൃത്തികെട്ട പിന്നെ ദുആ. അറബി അറിയുന്നവർക്ക് വേണമെങ്കിൽ ഞാൻ പിന്നെ സ്പീഡിലൊന്ന് വായിച്ചു പോവാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ്. അല്ലാഹുമ്മ ഇൽഅൻ സനമൈ ഖുറൈശ്. ഖുറൈശികളുടെ 2 വിഗ്രഹത്തെ നീ ക്ഷമിക്കണം. ആരാണ്? അബൂബക്കർ ഉമറും. വജിബ്തൈഹിമാ വതാഊതൈഹിമാ വഇഫ്കൈഹിമാ വഇബ്നതൈഹിമാ, അവരുടെ 2 മക്കളെയും അഥവാ ആയിഷ ഹഫ്സ. അല്ലദീന ഖാലഫ അംറക വഅൻകറ വഹയക വജഹദ ഇനാമക വഅസയ റസൂലക വഖല്ലബ ദീനക വഹറഫ കിതാബക വഅത്തല അഹ്കാമക വഅബ്തല ഫറായിദക വഅൽഹദ ഫി ആയാതിക വഅദയ ഔലിയായിക വഅലയ അദാക വഖറബ വിലാദക വഅഫ്സദ ഇബാദക اللهم لعنهما وانصارهما فقد اخرب بيت النبوة وردما بابه ونقلا سقفه والهكا سماعه بأرضه وعليه بسافله وظاهره بباطنه واسترسل أهله وأباد أنصاره وقتل أطفاله وأخليا منبره من وصيته ووارثه وجهد إمامته وأشرك بربهما فعظم ذنبهما وخلدهما في سقر وما أدراك ما سقر لا تبكي ولا تذر اللهم لئنهم بأدر كل منكر أتياه وحق أخفياه ومنبر ألواه ومنافق ولياه ومؤمن أرجياه وولي آذياه وتريد آبياه وصادق طرداه وكافر نصراه وإمام قهراه وفرل غيراه وأثر أنقراه وشر أضمراه ودم أراقاه وخبر قدله وحكم قلبه وكفر أبدعه وكذب دلسه. കുറെ സമയമുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഒരു രസത്തിന് അറബി വരുന്ന ആളുകൾക്ക് അതിന്റെ ഗൗരവം എത്രത്തോളം ഇവര് സഹാബികളോടുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അഗ്നി പിന്നെ എന്താ പറയുന്നത് അഗ്നി ഇതുണ്ടല്ല പർവ്വതങ്ങൾ, അഗ്നി പർവ്വതങ്ങൾ അവരുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ട്. അതേമാതിരി അല്ലാഹുമ്മ ഹബ്ബബ ഇലൈക്കുമിൽ ഈമാന, അതിന്റെ തഫ്സീർ ഹബ്ബബ ഇലൈക്കുമിൽ ഈമാന, നിങ്ങൾക്ക് അല്ലാഹു ഈമാനിനെ പ്രിയങ്കരമാക്കിയിരിക്കുന്നു. അഥവാ അലി വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, നിങ്ങൾക്ക് അല്ലാഹു കുഫ്റിനെയും ഫുസൂഖിനെയും ഇസ്യാനിനെയും വെറുപ്പുളവാക്കിയിരിക്കുന്നു. അഥവാ അബൂബക്കർ ഉമർ ഉസ്മാൻ. ഇനി അബൂബക്കർ റളിയല്ലാഹുവിനെ പറ്റിയൊക്കെ നമ്മളിവിടെ പുകഴ്ത്തിയിരുന്ന 1979 മുതൽ 2010 വരെ പ്രബോധനത്തിലൊക്കെ ഇദ്ദേഹത്തിന്റെ സ്തുതിഗീതങ്ങൾ എത്രമാത്രം അദ്ദേഹം പലവട്ടം മുഖചിത്രം വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വട്ടമല്ല, ഒന്നിലധികം തട്ടാവും. നമ്മുടെ കേരളത്തിലെ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പത്രത്തിൽ കഴിഞ്ഞ 40 വർഷം ഇദ്ദേഹത്തിന്റെ സ്തുതിഗീതങ്ങൾ വന്നിട്ട് ഈ മനുഷ്യന്റെ വാക്കുകളാണ് ഞാൻ വായിക്കുന്നത്.
إننا لا شئنا بالشيخين وما قام به من مخالفات للقرآن وما تلاعب بأحكام الإله وما حلله وحرمه من نديما وما مارسه من ظلم ضد فاطمة ابنة النبي ولكننا نسير جهله ما بأحكام കശ്ഫുൽ അസ്റാറിൽ ഖുമൈനി പറയണ ഈ രണ്ടാൾക്കാരെ പറ്റിയല്ലേ നമ്മളെ വർത്താനം. അവര് പിന്നെ ഖുർആനും അവര് എതിര് പ്രവർത്തിച്ചതൊന്നല്ല നമ്മൾ കണ്ടത്. അവര് അള്ളാഹിന്റെ ഈ കൽപ്പനകൾ കൊണ്ട് കളിച്ചതുമല്ല നമ്മൾ പറയുന്നത്. അവരെ ഹലാല് ഹറാമാക്കിയതും ഹറാം ഹലാലാക്കിയതും അവര് ഫാത്തിമ വിക്കത്തിലുള്ള ദുൽമി ചെയ്തതും ഒന്നല്ല നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവര് ദീനിന്റെ നിയമങ്ങളെ അവർക്ക് വിവരമില്ലാത്ത കാര്യമാണ് പറയാൻ പോകുന്നത് പറഞ്ഞിട്ട് ഇവർ പറയാണ്. ഈ ഫാത്തിമ ബീവിനെ പറ്റി ഷിയാക്കളുടെ വാദം തരുമോ? ഫാത്തിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോ നബിയോട് സ്വത്ത് ചോദിക്കാൻ വന്നു. ആരോട്? അബൂഖുല്ലാനോട്. ഫതക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവർക്ക് നബിക്ക് കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു. ഇപ്പൊ ആപ്പ മരിച്ചാല് മക്കൾക്കാണല്ലോ സ്വത്ത്. അപ്പൊ അബൂഖുല്ലാന് പറഞ്ഞു, ഇന്നനാ ലാൻ ഉപരിഷ് മാശറൽ അംബിയ, പ്രവാചകന്മാർ ഒരിക്കലും അനന്തരം എടുക്കൂല, അവരെ സ്വത്ത് ഒരു മക്കൾക്ക് കിട്ടൂല, അത് സമൂഹത്തിനുള്ള എന്ന ഹദീസ് ആർക്കും അറിയാമായിരുന്നു? അബൂഖുല്ലാനും അറിയാമായിരുന്നു. അബൂഖുല്ലാനോ പറഞ്ഞിട്ട് കൊടുത്തില്ല. ഇസ്ലാമികമായിട്ട് അങ്ങനെ അബൂബക്കറുല്ലാഹുവിന്റെ ഉമറുല്ലാഹിന്റെ പേരിൽ ഇവരൊരുപാട് കെട്ടുകഥകൾ ഉണ്ടാക്കി. അബൂബക്കറുല്ലാഹുനും അള്ളാഹുനും ഒരു വാതിലിന്റെ ഡോറിന്റെ അടിയിൽ വെച്ചിട്ട് ഗർഭിണിയായ ഫാത്തിമ ബീവിയെ പള്ള ഞെരുക്കി. അങ്ങനെ അവര് ഗർഭം പിന്നെ പുറത്തു വന്നു. പിന്നെ ആ കാരണത്താലാണ് ഫാത്തിമ ബീവി മരിച്ചത് എന്നൊക്കെയുള്ള ഭയങ്കര കെട്ടുകഥകൾ ഷിയാക്കൾ ഉണ്ടാക്കി. അതാണ് ഈ ഖുമൈനി പറയുന്നത് അവര് നബിയുടെ മകളോട് ചെയ്ത ദ്രോഹം. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കഥകളാണ് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. ഈ പ്രചരിച്ച കഥകള് ആളുകൾ വിശ്വസിച്ചാൽ സ്വാഭാവികമായിട്ട് അവർക്ക് അബൂഖുല്ലാനോടും മുള്ളാഹിനോടൊക്കെ ഭയങ്കര ദേഷ്യം ഉണ്ടാവുമല്ലോ. കാരണം നബിയുടെ മകളോട് ചെയ്ത ക്രൂരതകൾ അത് ഭയങ്കര സുന്ദരമായിട്ടാണ് അവർ അവതരിപ്പിക്കുക. കർബലയിൽ ഹുസൈനുള്ളാഹിനോട് ചെയ്ത ക്രൂരത ഭയങ്കര വികാരം. എനിക്കതെല്ലാം കൂടി പറയാൻ സമയമില്ല. 10-20ഓളം കിതാബുകൾ മലയാളത്തിൽ കർബലിനെ പറ്റി രചിക്കപ്പെട്ടിരുന്നു. അതിന്റെ പേരിന്റെ അടുത്തുണ്ട്. അതേസമയം ബദറിനെ പറ്റി എത്ര കിതാബ് ഇറങ്ങിയിട്ടുണ്ടാവും? ഒരു കിതാബിന് ഇറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ സമൂഹത്തിൽ സ്വാധീനിക്കാൻ മാത്രം വകുപ്പ് എല്ലാ സമൂഹത്തിലും ഇവര് ഉണ്ടായിട്ട് ഇവരെ പറ്റി വീണ്ടും ഖുമൈനി പറയുന്നു, ഇന്ന മിസ്ല ഹൗലാഇൽ അഫ്റാദ് അൽ ജുഹാൽ വൽ ഹംക വൽ അഫാഖൂൻ വൽ ജബ്ബാറൂൻ ഗൈറു ജദീന ബിഅൻ യകൂനു ഫീ മൗഖിൽ. ഇമ്മാതിരി വിവരം കെട്ടവരും വിഡ്ഢികളും കള്ളം പറയുന്നവരും അക്രമികളും ഒരിക്കലും ഇമാമത്തിന്റെ സ്ഥാനത്തിന് യോജിച്ചവരല്ല. ആര്? അബൂബക്കറും ഉമറും. ഇദ്ദേഹത്തിന്റെ നിന്ദ പ്രവാചക നിന്ദയിൽ വരെ എത്തിയിട്ടുണ്ട്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മര്യാദ പറയറ്റല്ലേ ഈ അബൂബക്കറിനെ ഉമറുല്ലാഹിനൊക്കെ ആൾക്കാർ ഖലീഫാക്കി ഉമറുല്ലാഹിനെ അലിയുല്ലാഹിനെ ആക്കാതിരുന്നത്. അപ്പൊ അയാൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്തിന്റെ കാര്യം എന്റെ പിൻഗാമി അരിയാണെന്നുള്ള കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അതിനുവേണ്ടി പണിയെടുത്തിരുന്നെങ്കിൽ മുസ്ലിം ലോകത്ത് ഈ അന്തഛിദ്രതയോ കലാപമോ രക്തം ചൊരിച്ചിലുകളോ ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ നബി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കലാപങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. ആരെപ്പറ്റി ഇത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാണ് പറയുന്നത്. അതല്ല അള്ളാഹുവിനെ പറ്റിയും പറയുന്നുണ്ട്. അബൂബക്കറിനും ഉമറിനെയും ഉസ്മാനെയൊക്കെ അധികാരത്തിലിരുത്തിയ അള്ളാഹു, ആ അള്ളാഹുവിന്റെ നബി ഞങ്ങളുടെ നബിയല്ല, ആ നബിയുടെ അള്ളാഹു ഞങ്ങളുടെ അള്ളാഹു അല്ല എന്ന് വെട്ടിത്തുറന്ന് ശിയാക്കൾ പറയുന്നുണ്ട്. ഇന്നനാ ലാ നജ്തമിഉ മഅഹും അലാ ഇലാഹിൻ വഅലാ നബിയ്യിൻ വലാ അലാ ഇമാമിൻ വദാലിക അന്നഹും യഖൂലൂന ഇന്ന റബ്ബഹും ഹുവല്ലദീ കാന മുഹമ്മദുൻ നബിയ്യു വഖലീഫത്തുഹു മിൻ ബഅദിഹി അബൂബക്കർ ലൈസ റബ്ബുന വലാ ദാലിക നബിയ്യു നബിയ്യുനാ. ഞങ്ങൾ സുന്നികളുമായിട്ട് ഇലാഹിന്റെ കാര്യത്തിലോ നബിയുടെ കാര്യത്തിലോ ഇമാമിന്റെ കാര്യത്തിലോ യോജിക്കുന്നില്ല. കാരണം എന്താ? അവര് പറയുന്നത് ആ നബിയുടെ ഖലീഫ അബൂബക്കറാണെന്ന് പറയുന്ന ആ നബി ഞങ്ങളുടെ നബിയല്ല, അങ്ങനെ പറയുന്ന നബിയുടെ റബ്ബ് ഞങ്ങളുടെ റബ്ബുമല്ല. നിഅമത്തുല്ലാഹിൽ ജസായിരിയുടെ അൽ അൻവാറുൻ നുഅ്മാനിയ എന്ന കിതാബിലെ 2,278 വാക്കാണ് ഞാൻ പറയുന്നത്. ഇത് ഇങ്ങനെ 1, 2, 3, 4, 5 എന്നല്ല, ഒരുപാട് പറയാനുണ്ട്. ഉസ്മാൻ അള്ളാഹിനെ പറ്റിയൊക്കെ
പറയുന്നത് അറബി പറയാ, മലയാളം മനസ്സിലാക്കുക, നമുക്ക് പറയാൻ പറ്റാത്ത പള്ളിയിൽ നിന്ന് പറയാൻ പറ്റും. ഉസ്മാനുൻ ജാനിൻ മുഖന്നസുൻ ഹമ്മുഹു ബത്നുഹു ഫർജുഹു അത്താ ഉസ്മാൻ ബി ഇംറാത്തിൻ ഉത്തിയ ഉസ്മാൻ അത്തല്ല ഉത്തിയ ഉസ്മാൻ ബി ഇംറാത്തിൻ ലിതുഹദ്ദ അദ്ദടിക്കാൻ ഫജാമഅഹ സുമ്മ അമറ ബിറജ്മിയ കാന മുനാഫിക്കൻ യുബ്തിനു നിഫാഖ വയുബിറുൽ ഇസ്ലാം. നമുക്ക് ഉള്ളതുകൊണ്ട് പറയാൻ പറ്റാത്ത തെറികളാണ് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഉസ്മാൻ ഹയ്യിൻ സതീറുൻ തസ്തഹയി മിനുൽ മലായിക. ഉസ്മാൻ അങ്ങേയറ്റ ലജ്ജ ഉള്ളവനും അങ്ങേയറ്റ ആളുകളിൽ നിന്ന് മറയുന്നവനും മലക്കുകൾ പോലും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ലജ്ജ കണ്ട് ലജ്ജിക്കുന്നവരുമാവുന്നു എന്ന് പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹുവിനെ പറ്റിയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഫർജും പത്തുനും അല്ലാത്ത വേറൊരു അമ്മും ഉണ്ടായിരുന്നില്ല, പള്ളയും കുയ്യസ്ഥാനവും. പിന്നെ പച്ചത്തറി വേറെയും പറയുന്നത്. ഇനി ഖുമൈനി, നമ്മള് പുകയറ്റിയ ഖുമൈനി ആയിഷാ ബീവിനെയൊക്കെ പറയുന്നത് എന്തായാലും അഞ്ചസുമിനൽ കിലാബി വൽ ഖനാസീർ, നായിനേക്കാളും പട്ടിയേക്കാളും നജിസാണ് ആര്? ഞാൻ ആ ഇബാറത്ത് വേണമെങ്കിൽ വായിക്കാം. വലോ ഖറജ സുൽത്താനുൻ അല അമീരുൽ മുഅ്മിനീൻ ലാ ബിഉൻവാനി തദയ്യുൻ ബൽ ലിൽ മുആറദതി ഫിൽ മുൽക് ഔ ഖറദിൻ ആഖർ കആയിഷ വസുബൈർ വതൽഹ വമുആവിയ വഅസ്ബാഹും ഔ നസബത് അഹദുഹും അദാവത്തൻ ലഹു ഔ ലി അഹദിൻ മിനൽ അയിമ്മ ലാ ബിഉൻവാനി തദയ്യുൻ ബൽ ലി അദാവത്തി ഖുറൈശ് ഔ ബനി ഹാശിം ഔ അൽ അറബ് ഔ ലി അജ്ലി കൗനിഹി ഖാതല വലദഹു ഔ അബീഹി ഔ ലിദാലിക ലാ യൂജിബു ളാഹിറൻ ഷൈഉൻ മിന്നാ നജാസത്തൻ ളാഹിരിയ വഇൻ കാനൂ അഖ്ബസ മിനൽ കിലാബി വൽ ഖനാസിർ. അവര് ആന്തരികമായിട്ട് വൃത്തികേടൊന്നുമില്ലെങ്കിലും അവര് എന്താണ്, പിന്നെ ഈ ആയിഷ, ഹഫ്സ, മുആവിയ തുടങ്ങിയ ആളുകളൊക്കെ നായയേക്കാളും പന്നിയേക്കാളും വൃത്തികെട്ടവരാണ്. ഇത് ഈ ഖുമൈനിയുടെ കിതാബു തഹാറ എന്ന പുസ്തകത്തിലുള്ളതാണ്. അതിന്റെ 33-ാമത്തെ പേജ്. ഈ പുസ്തകം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് ചെയറിലെ ലൈബ്രറിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ സാധിക്കും. ഇത്രയും ഇത് ഖുമൈനിയെ പറയുന്നത്, നമ്മൾ ഇമാം എന്ന് പറഞ്ഞിരുന്ന ആള്. അപ്പോ ഈ രീതിയിൽ ഒരുപാട് പറയാനുണ്ട്. നമുക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം, പിന്നെ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം തുടരാം. ഇന്ന ആയിഷ കാഫിറത്തുന്നു മുസ്തഹിക്കത്തുൽ ലിന്നാർ. സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുടെ മടിയിൽ കിടന്ന മരിച്ചത്? ആയിഷ ബീവിന്റെ നെഞ്ഞോട് കിടന്നു. വഹുവ മുസ്തൽസിമുൻ ലിഹഖീഖിയത്തി മദ്ഹബിന കുല്ലമൻ ഖാല ഇമാമത്തുൽ ഇസ്നൈ അശ്റ ഖാല ബിസ്തിഖാഖിൽ ലഅനി വല്ലദാ. ആയിഷ ബീവി കാഫിറും മുസ്തഹിക്കും പിന്നാറാണ് എന്നത് നമ്മുടെ മദ്ഹബിന്റെ അനിവാര്യ തേട്ടത്തിൽപ്പെട്ടതാണ് എന്നാണ്. അവരുടെ ഒരു പണ്ഡിതൻ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഷിയാ പണ്ഡിതൻ, യാസിറുൽ ഹബീബ് എന്ന് പറഞ്ഞ പണ്ഡിതൻ, കുവൈറ്റിയാണ്, ഇപ്പൊ ലണ്ടനിലാണ്. അയാളുടെ പുസ്തകത്തിന്റെ പേരെന്താ പറയുക? ആയിഷ അൽ വജ്ഹുൽ ആഖർ ലി ഫാഹിഷ. ആയിഷ വൃത്തികേടിന്റെ മറ്റൊരു മുഖം. വലിയൊരു കിതാബാണ്. ഈ കിതാബിൽ മുഴുവൻ ആയിഷ ബീവിയെ വിചാരിണിയാണെന്ന് സ്ഥാപിക്കുന്ന കിതാബാണ്. അയാളൊരു പരിപാടി നടത്തി ലണ്ടനിൽ 2010 ആഗസ്റ്റ് 27. ആ പരിപാടിന്റെ പേരെന്തെന്ന് പറയും. ഞങ്ങൾ പോയി പരിപാടിക്ക് ഒരു പേര് വെച്ചില്ല. അതേമാതിരി ബർനാമജു ഫർഹത്തിൽ ഹസൻ ആയിഷ ഫിന്നാർ, ഹസനിന്റെ സന്തോഷവും ആയിഷ നരകത്തിലും എന്ന ഒരു പരിപാടിയുടെ ഹെഡിങ് ബാനറിൽ കൊടുത്ത പേരാണത്. അദ്ദേഹം യൂട്യൂബിൽ ഒരാൾക്ക് കെലിമേറ്റി കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ മതി. ഷഹാദത്തു യാസിറുൽ ഹബീബ്. ഒരു പുതിയ മുസ്ലിം ലണ്ടനിൽ ഇസ്ലാം സ്വീകരിക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന അലിയ്യൻ വലിയുള്ളാഹ്, അഷ്ഹദു അന്ന അബൂബക്കർ വ ഉമർ അഅദാഉല്ലാഹ്, അഷ്ഹദു അന്ന ആയിഷ ഫിന്നാർ. ഒരാളെ ഇസ്ലാമിലാക്കുന്ന കോലാണ്. എന്ത്? ആയിഷ നരകത്തിലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അബൂബക്കറും ഉമറും അള്ളാന്റെ ശത്രുക്കളാണെന്ന് ഞാൻ സാക്ഷ്യം. ഒരു ഇസ്ലാമിലേക്ക് വരുന്ന ഒരു ലണ്ടനിലുള്ള ഒരാൾക്ക് കെലിമ എഴുതി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോ വളരെ ഗുരുതരമായ ഒരു പ്രത്യയശാസ്ത്രമാണ്. നരകത്തിന് 7 വാതിലുകളുണ്ട്. അതിൽ 6ാമത്തെ വാതിലിന്റെ പേര് അൽ അസ്കർ എന്നാണ്. അസ്കർ എന്ന ആയിഷയാണ്. ആയിഷ ജമൽ യുദ്ധത്തില് സൈന്യത്തിൽ പുറത്തു പോയല്ലോ.
ആ പേരിൽ ആയിഷ ബീവിക്ക് ഇവരുടെ ഒരു മറ്റൊരു പേരാണ് അസ്കർ. അതേമാതിരി ഇവരുടെ കിതാബിൽ ആയിഷ ബീവിനെ വിശേഷിപ്പിക്കുന്ന പേരുകൾ ഫാലിഹ, അദീമത്തുൽ ഹയ, ലജ്ജയില്ലാത്തവൾ, ഷദീദത്തുൽ ഫിസ്ഖ്, ഉമ്മു ഷൈത്താൻ, ഉമ്മു ഷുറൂർ, അത്തരീഖു ഇലൽ ബസറ, തരീഖു സിന, അവ്വലു ഫർജിൻ അലാ സർജ്. തൊള്ളോണ്ട് പറയാൻ പറ്റാത്ത നാമങ്ങളെ ഒരു കിതാബില് അവർ വിശേഷിപ്പിക്കും. സമയം. ഇനി ഷിയാക്കളുടെ ഹദീസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷിയാക്കൾക്ക് ഇത്ര ഹദീസ് ഉണ്ട്. അവരെ ഹദീസ് ഗ്രന്ഥങ്ങൾ ഏതൊക്കെ? ഞാനിപ്പോ വായിച്ചത് അവര് പറഞ്ഞ 10 പച്ചത്തെറികളൊക്കെ അവരെ ഹദീസിന്റെ കിതാബിലാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഹദീസായി? ഇത് ഹദീസ് എന്ന് പറഞ്ഞിട്ട് വളരെ പുണ്യത്തോടു കൂടി വായിക്കപ്പെടുന്ന സാധനങ്ങളാണ് ഇപ്പൊ ഞാൻ വായിച്ച തമ്മാടിത്തങ്ങളും തെറികളൊക്കെ. സുന്നികൾക്ക് ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം പോലുള്ള കാര്യങ്ങൾക്കാണ് ഹദീസ് പറയുക. ഷിയാക്കൾക്ക് അവരുടെ മഅ്സൂമിന്റെ വാക്ക്, പ്രവൃത്തി, അംഗീകാരമാണ്. അഥവാ നബിയുടേതല്ല. അവരെ 12 ഇമാമുമാരൊക്കെ മഅ്സൂമികളാണ്, തെറ്റുപറ്റാത്തവരാണ്, പാപസുരക്ഷിതരാണ്. അപ്പൊ ഷിയാക്കളുടെ കിതാബ് നമ്മളെ ബുഖാരിന്റെ സ്ഥാനത്തുള്ള കാഫി എടുക്കുക. കാഫി നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. എന്നിട്ട് അതിൽ നബി പറഞ്ഞിട്ടുണ്ടോന്ന് നോക്കിയാൽ കാണാൻ കഴിയില്ല. 1 or 2 ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബാക്കി ഒക്കെ അബൂ ജഅഫർ അലൈഹിസ്സലാം അന്നഹു ഖാല എന്നായിരുന്നു. ആരാണ് ഈ അബൂ ജഅഫർ? ജഅഫർ സാദിഖ് അല്ല, അബൂ അബ്ദുല്ല അലൈഹിസ്സലാം. അബൂ അബ്ദുല്ല അലൈഹിസ്സലാം അന്നഹു ഖാല. എന്നിട്ട് ആ ഹദീസ് പറയും. ആരാണ് അബൂ അബ്ദുല്ല? അവർ 6ാമത്തെ ഇമാമായ ജഅഫർ സാദിഖാണ്. ഇതിലുള്ള 5000 വ്യാജ ഹദീസുകളും ജഅഫർ സാദിഖിന്റെ പേരിൽ കെട്ടിച്ചമച്ചതാണ്. അപ്പൊ അതാണ് അവരുടെ ഹദീസ്. എങ്ങനെ സംഭവിച്ചു? ഇനി സുന്നികളുടെ ഹദീസിനെ പറ്റി എന്താ ഒരു വാദം? അമ്മാമായ റൂന അബൂ ഹുറൈറ വലൈസലഹും ഇന്ദൽ ഇമാമിയ മിനൽ ഇത്തിബാരി മിഖ്ദാറ ബാവുള്ള. അബൂ ഹുറൈറയും അംറുല്ലാസും മറ്റേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സുന്നി ഹദീസ് ഉണ്ടല്ല, അതിനൊരു ഈ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല എന്നാണ്. അപ്പൊ യഥാർത്ഥ ഹദീസ് എന്താ? നമ്മുടെ സുന്നികളെ ഹദീസിനെ പറ്റി ഒരു മലയാളത്തിൽ ഇറക്കിയൊരു പുസ്തകമുണ്ട്, അലി ശരീഅത്തിയുടെ രക്തസാക്ഷ്യം എന്ന് പറഞ്ഞ പുസ്തകം. പിന്നെ സി ഹംസയാണ് മലയാളത്തിലേക്ക് ഒരു വച്ചപ്പെടുത്തി. അതിലൊരു വാക്കെന്താരോ, മുആവിയയുടെ പച്ചക്കൊട്ടാരത്തിൽ നിന്ന് കമ്മീഷൻ പറ്റിയ അബൂ ഹുറൈറ അവർക്ക് ഹദീസുകൾ നിർമ്മിച്ചു കൊടുത്തു. അപ്പൊ സുന്നികളുടെ ഹദീസ് ആരുണ്ടാക്കിയതാ? അബൂ ഹുറൈറ ഉണ്ടാക്കിയത്. അത് എന്തിനുണ്ടാക്കിയ? മുആവിയയുടെ കൊട്ടാരത്തിൽ നിന്ന് കമ്മീഷൻ വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ഹദീസുകളാണെന്ന് സുന്നികളുടെ കയ്യിലുള്ള ബുഖാരി, മുസ്ലിമിലൊക്കെ ഉള്ള ഹദീസുകൾ. അതുകൊണ്ട് അവര് സുന്നി ഹദീസുകളെ അവർ അംഗീകരിക്കൂല. അവര് ഹദീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ പറഞ്ഞ കെട്ടുകഥകളാണ്. കാഫി ഇതാണോ അവരുടെ ഒന്നാമത്തെ കിതാബ് അബൂ ജഅഫർ അൽ കുലൈനി 329. രണ്ടാമത്തെ ഹദീസിന്റെ കിതാബ് ഫഖീഹു മൻ ലാ യഹ്ദുറുൽ ഫഖീഹ് ഇബ്നു ബാബവൈഹിൽ ഖുമ്മി 351. മൂന്നാമത്തെ കിതാബ് അത്തഹദീബ്. നാലാമത്തെ കിതാബ് അൽ ഇസ്തിഫ്സാർ. ഇത് രണ്ടും മുഹമ്മദ് തൂസി എഴുതിയതാണ്. ഇതാണ് അവരുടെ ഏറ്റവും പ്രമുഖമായ കിതാബുകൾ. ഇനി ആരാണ് ഈ ഹദീസ് ഒക്കെ ഉണ്ടാക്കിയ ആൾക്കാരോ? ഹിശാം ഇബ്നു ഹക്കം, ഷെയ്ത്താനുത്താഖ്, സറാറ, അബൂ ബസീറ, മുഹമ്മദ് ബിൻ മുസ്ലിം, ലൈസുൽ മുറാദി, ഇബ്നുൽ മഖ്നഫ്, ഹിശാം ഇബ്നു മുഹമ്മദ് തുടങ്ങിയ ആളുകൾ എന്ത് ചെയ്തു? ലക്ഷക്കണക്കിന് വ്യാജ ഹദീസുകൾ നബിയുടെയും ഇമാമുമാരുടെയും പേരിൽ ഇരുന്നുണ്ട് എഴുതി. അബൂ ഹുറൈറയെ പറ്റി നമ്മൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയില്ല, അബൂ ഹുറൈറ 5000 ഹദീസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരാളെങ്ങനെ 5000 ഹദീസ് റിപ്പോർട്ട് ചെയ്യുക? ഒരു ഭയങ്കര അബൂബക്കറിന് ആകെ 200 ഹദീസ് റിപ്പോർട്ട് ചെയ്തു. ആയിഷ ബീവി 2500 ഹദീസ്. പിന്നെ എങ്ങനെ അബൂ ഹുറൈറ എങ്ങനെ 5000 ഹദീസ് റിപ്പോർട്ട് ചെയ്തു? അതുകൊണ്ട് അബൂ ഹുറൈറ കളവാണ്, നബിയുടെ പേരിൽ കള്ളം പറഞ്ഞാണെന്ന് പറയുന്നത്. എന്നാൽ ഷിയാക്കളുടെ ഹദീസ് ജാബിറുൽ ജോഫി 1,30,000 ഹദീസാണ് ഉണ്ടാക്കിയത്, വ്യാജ ഹദീസുകൾ. അയാള് ഇമാം ബാക്കിറിൽ നിന്ന് മാത്രം 70,000 ഹദീസ് അയാളെ പേരിൽ മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. കൂഫക്കാര് 3 ലക്ഷം ഹദീസുകളാണ് വ്യാജമായിട്ട് ഉണ്ടാക്കിയത്. ഒക്കെ ഷിയാക്കളുടെ ഹദീസ് ഗ്രന്ഥത്തിൽ ഈ ഹദീസുകളൊക്കെ ഉണ്ടാവും. അലിയുടെ മഹത്വത്തിൽ മാത്രം 3 ലക്ഷം ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൂഫക്കാർ, മറ്റു വിഷയത്തിലല്ല.
ഇബ്നു ഖലീൽ പറയും അദ്ദേഹത്തിന്റെ അൽ ഇർശാദ് ഫി മഅരിഫത്തി ഉലമാഇൽ ഹദീസ് എന്ന ഹദീസിന്റെ കിതാബിലാണ് ഈ പറയുന്നത്. ഒരു മുഗീറ പറയാണ്, അൽഹഖ്തു ഫീ കുതുബികും മിഅത അൽഫ് ഹദീസ് മൗദൂ, ഞാൻ നിങ്ങളുടെ കിതാബിൽ അഥവാ ഷിയാക്കളുടെ കിതാബിൽ നിന്ന് 1,00,000 ഹദീസിന്റെ വക ഉണ്ടാക്കിയിട്ടുണ്ട്. അവര് തന്നെ പറഞ്ഞ പോലെ കിതാബിൽ. അപ്പൊ ഓല കിതാബിന്റെ കഥ എന്തായിരിക്കും? അപ്പൊ ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ കുറച്ച് ആളുകൾ ഇരുന്നിട്ട് എന്ത് ചെയ്തോ, ഈ അബുൽ ഖത്താബ്, ഷെയ്ത്താനുത്താക്ക് തുടങ്ങിയ ആളുകൾ മൗദൂആയ ഹദീസുകള് സിന്ദീഖുകൾ അവര് അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിൽ സന്തക്കത്തും കുഫറും പ്രചരിപ്പിച്ചു. ഇഷാമിനെ പറ്റി ഓരോന്ന് അവരെ ഹദീസ് പണ്ഡിതൻ ഇഷാമിനെ പറ്റി അവരെ കിതാബ് പറഞ്ഞെന്താരോ, ഇന്ന ഇഷാം തറപ്പാഫി അഹ്ലാനി ബാരി സനാദിക, ചില സിന്ദീഖുകളുടെ മതനിഷേധികളുടെ കയ്യിലാണ് മൂപ്പര് വളർന്നത്. ആ ആളാണ് അവർക്ക് ഹദീസ് ഉണ്ടായി കൊടുത്തത്. ആ രീതിയിൽ ഇവരെന്ത് ചെയ്തു, ഈ കാലത്ത് പിന്നെ ഇമാമുമാരെ പേരില് ലക്ഷക്കണക്കിന് ഹദീസാണ് ഉണ്ടായി. അതാണ് ഷിയാ മതത്തിന്റെ അസ്ഥിവാരം. അതാണെന്ന് അവരെ അടിസ്ഥാനം. ഖുർആൻ ഏതായാലും നമ്മൾ ഖുർആനല്ല അംഗീകരിക്കില്ല, അവരെ ഹദീസിന്റെ കഥ അതാണ്. പിന്നെ സഹാബത്തിനെ പറ്റിയുള്ള അവരുടെ വിശ്വാസം അതാണ്. അപ്പൊ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാന സംഗതി, ഇമാം അബൂദർ റാസി റഹിമഹുല്ല, അദ്ദേഹം ഒരു താബിഈ പണ്ഡിതനാണ്, ഇമാം ബുഖാരിയുടെ ഒക്കെ മുൻഗാമി. അദ്ദേഹം പറയുന്നു, ഇദാ റഅയ്ത അഹദൻ യന്തഖിസു അഹദുൻ മിൻ അസ്ഹാബി റസൂലില്ലാഹ്, അള്ളാന്റെ റസൂൽ സഹാബികളെ പറ്റി ആരെങ്കിലും അപമര്യാദ പറയുന്നത് കണ്ടാൽ ഫഅലം, നീ മനസ്സിലാക്കണം, അന്നഹു സിന്ദീഖുൻ, അവൻ മതവിരുദ്ധനാണ്. കാരണം എന്താ? അന്ന റസൂല ഇൻദനാ ഹഖ്ഖുൻ വൽ ഖുർആൻ ഹഖ്ഖുൻ ഇന്നമാ അത്താ ഇലൈനാ ആദൽ ഖുർആന വസ്സുന്ന അസ്ഹാബു റസൂലില്ലാഹ്. ഖുർആനിൽ നമ്മൾ വിശ്വസിക്കുന്നു, സത്യമാണ്. ഹദീസിൽ വിശ്വസിക്കുന്നു. ഈ ഖുർആൻ ഹദീസ് നമുക്ക് എത്തിച്ചെന്നവരാരാ? ഈ സഹാബികളാണ്. അപ്പൊ ഈ നഖലത്തുൽ ഹദീസിന് അഥവാ നഖലത്തുൽ ഖുർആനിനെ അവര് തെമ്മാടിത്തം പറയുന്നവരുടെ ഉദ്ദേശം എന്താ? ഖുർആനിനെയും ഹദീസിനെയും എന്താക്കുക എന്നുള്ളതാണ്, അസ്ഥിരപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ട് ഇന്നമാ യുരീദൂന യുജ്രിഹു ശുഹൂദന ലിയുബ്തിലുൽ ഖുർആന വസ്സുന്ന വൽ ജുർഹു ബിഹിം മൗല വഹും സനാദിക, അവരാണ് യഥാർത്ഥ മതനിഷേധികൾ. അപ്പൊ ഈ മതനിഷേധികൾ ഹാറൂൺ റഷീദിനോട് ഒരിക്കല് ഒരു യുക്തിവാദിനെ ഹാറൂൺ റഷീദ് കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ എന്താ സഹാബികളെ കുറ്റം പറയാൻ കാരണം എന്ന് ചോദിച്ചു. നിങ്ങൾ ആദ്യം സഹാബികളാണല്ലോ കുറ്റം പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു, കാരണം സഹാബികളെ അപകീർത്തിപ്പെടുത്താൻ സാധിച്ചാൽ ഞങ്ങൾക്ക് ശരീഅത്തിന്റെ നഖലത്തിന് റിപ്പോർട്ടർമാരെ അപകീർത്തിപ്പെടുത്താൻ സാധിക്കും. ശരി, എന്റെ റിപ്പോർട്ടർമാരെ അപകീർത്തിപ്പെടുത്തിയാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഖുർആനെയും ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് അപമതിക്കപ്പെടുമല്ലോ. ഇത് ഒരു യുക്തിവാദി അദ്ദേഹത്തെ കൊല്ലുന്നതിന് മുമ്പ് ഹാറൂൺ റഷീദ് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഇമാം ഖത്തീബുൽ ബഗ്ദാദി അദ്ദേഹത്തിന്റെ താരീഖ് ബഗ്ദാദിൽ പറയുന്നു. ഇനി സുന്നികളോടുള്ള ഷിയാക്കളുടെ നിലപാടുകൾ, ഹദീസിനോടും ഖുർആനിനോടും സഹാബത്തിനോടുള്ള നിലപാട് നമ്മൾ കേട്ടു. ഇനി സാധാ സുന്നികളെ പറ്റി അവരുടെ വിശ്വാസം എന്താരോ, നിഅമത്തുല്ലാഹിൽ ജസായിരി, അവര് സുന്നികൾക്ക് കുറച്ച് വിളിക്കുന്ന ഒരു ഏപ്പേരുകളുണ്ട്. ഒന്ന് നാസിബി, ഒന്ന് ആമ്മത്ത്, ഒന്ന് അന്നാസ്, അങ്ങനെ കുറെ പേരുണ്ട്. പൊതുജനം എന്നാണ് അവര് നമ്മളെ പറ്റി ഒരു അന്നാസ്, ആമ്മത്ത്. നാസിബി എന്ന് പറഞ്ഞാൽ അല്ലദീ നാസബൽ അദാ ലി അഹ്ലി, അഹ്ലുബൈത്തിനോട് ശത്രുത പ്രഖ്യാപിച്ചവർ എന്ന അർത്ഥത്തിൽ സുന്നികളെ നാസിബി എന്ന് പറയും. യഖൂൽ ഇന്നഹു നജസുൻ ഇന്നഹു ഷർറുൻ മിനൽ യഹൂദി വൻ നസാറ, നാസിബി നജസാണ്, യൂത നസ്രാനികളെക്കാൾ, വൽ മജൂസ്, മജൂസികളെക്കാൾ മോശമാണ്. ഇന്നഹു കാഫിറുൻ നജസുൻ ബി ഇജ്മാഇ ഉലമാഇൽ ഇമാമിയ, ഇമാമിയ പണ്ഡിതന്മാരുടെ വീക്ഷണ പ്രകാരം സുന്നികള് കാഫിറും നജസുമാണ്. ഞാൻ രണ്ട് സംഭവം പറയാം, രണ്ടും എന്നോട് നേരിട്ട് എന്റെ ആളുകൾ പറഞ്ഞതാണ്. ഒന്ന് അബുൽ ഹസൻ അലി നദ്വി, അദ്ദേഹം ലക്നോ താമസിക്കുന്ന ഒരു പണ്ഡിതനായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ നാട്ടില് ഷിയാക്കളാ ഭൂരിപക്ഷം. ഷിയാക്കൾ 400 കൊല്ലം ഷിയാക്കൾ അയോധ്യ കേന്ദ്രമായിട്ട്, അയോധ്യക്ക് അവധ് എന്ന് പറയാം, അവധ് കേന്ദ്രീകരിച്ചിട്ട് ഷിയാക്കൾ ഭരിച്ചൊരു പ്രദേശമാണ് ലക്നോ. ലക്നോ നവാബുമാർ, അവിടെ പോയങ്ങൾക്ക് ഷിയാക്കളുടെ വലിയ കൊട്ടാരങ്ങളൊക്കെ കാണാം അവരന്നുണ്ടാക്കി. അപ്പോ ഇപ്പോഴും ഷിയാക്കളാണ് മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം. അപ്പൊ അദ്ദേഹം ഒരു കണ്ണ് ഓപ്പറേഷന് വേണ്ടി അമേരിക്കയിൽ പോയി. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ, അദ്ദേഹത്തെ സദസ്സിലിരുന്ന് കേട്ട ശിഷ്യൻ എന്നോട് നേരിട്ട് പറഞ്ഞു,
അബുൽ ഹസൻ നദവി പറഞ്ഞ കഥ. അങ്ങനെ അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന് പരിചരിക്കാൻ ആൾക്കാരുണ്ടാവും, ശിഷ്യന്മാരോ നാട്ടുകാരോ ആയിട്ട്. ലോകപ്രസിദ്ധനായ പണ്ഡിതനല്ലേ. അപ്പോ അദ്ദേഹം അമേരിക്കയിൽ കണ്ണോപ്പറേഷന് പോയ 2 ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം ഓഫർ ചെയ്തു. നിങ്ങളെ ഭക്ഷണം ഞങ്ങൾ ഏറ്റു പറഞ്ഞു. ഒരാളൊരു ഷിയ, ലക്നോയിലെ ഷിയ, മറ്റൊരാൾ അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഈ യമനിലെ ഒരു അറബി. 2 ആളോട് അദ്ദേഹം രണ്ടാളെ ഭക്ഷണം മൂപ്പര് നിരാകരിച്ചില്ല. അങ്ങനെ പക്ഷേ നാട്ടുകാരനായ ഷിയാന്റെ ഭക്ഷണം മൂപ്പര് കഴിച്ചില്ല. സുന്നി അറബിയായ യമനിന്റെ ഭക്ഷണം മൂപ്പര് കഴിച്ചത്. അങ്ങനെ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോ ഈ അമേരിക്കയിൽ നിന്ന് ഈ ഷിയ നാട്ടുകാരന്റെ ഒരു കത്ത്, ഞാൻ നിങ്ങൾക്ക് തന്ന ഭക്ഷണത്തിൽ മൂത്രവും നജസ്സൊക്കെ ഉണ്ടായിരുന്നു. ഒരു സുന്നിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഷിയ മൂത്രമൊഴിച്ചിട്ടോ തുപ്പിയിട്ടോ ഭക്ഷണം കൊടുക്കുള്ളൂ. കാരണം സുന്നി അവനെ സംബന്ധിച്ചിടത്തോളം നജസാണ്. എൻ്റെ ഒരു സുഹൃത്ത് എട്രിക്കോട് ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന സമസ്തന്റെയും ലീഗിന്റെ ഒക്കെ വലിയ പ്രവർത്തകനായ ഒരാൾ, മുജാഹിദല്ല, അതുകൊണ്ടാണ് സമസ്തന്റെ ലീഗിന്റെ അപ്പോൾ ഈ കൊല്ലത്തെ നബിദിനത്തിൽ വരെ നേതൃത്വം നൽകിയാണ്. അദ്ദേഹത്തിന് ഷീസൊന്നും അറിയില്ല. പക്ഷെ അദ്ദേഹം സൗദിയിൽ കുറെ കാലം ജീവിച്ച ആളാണ്. ഈ ഷിയാക്കളുള്ള അല്ലാസ ഖത്തീഫിലൊക്കെയാണ് ഷിയാക്കളെ സൗദിയിലെ കേന്ദ്രം. ഈ ഹദീസിന്റെ കിതാബില് ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ അല്ലസക്കാണ്. മദീന പള്ളി കഴിഞ്ഞ 2ാമത്തെ പള്ളി അല്ലസയിലാണ് നിർമ്മിക്കപ്പെട്ട്. അപ്പോ അവിടെ ഇപ്പൊ ഷിയാക്കളാണ് കൂടുതൽ. അല്ലസ, ഖത്തീഫ്, കുൻഫുദ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവിടുത്തെ ഒരു ഷിയ ആയിരുന്നു ഇയാളെ പീഡിയയിലെ ഒരു പാർട്ട്ണർ. മുതലാളി ഒരു അർബാബ് ഉണ്ടാവുള്ളൂ, അയാളുടെ പേരിൽ കഫാലത്ത് ഉണ്ടാവും. അപ്പൊ ഒരിക്കലും ഇയാളെ വീട്ടിൽ കൊണ്ടുപോയി. ആരെ? ഈ എന്റെ സുഹൃത്തിനെ, കച്ചവടക്കാരനെ, എട്ടിക്കോട്ടുള്ള പോകുമ്പോ വൈക്കുന്ന അയാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിനെ, ഞാൻ എന്നോടൊരു കാര്യം പറയാം. ഞങ്ങളെ വീട്ടിലേക്ക് സുന്നികൾ വന്നാൽ ഞങ്ങളെ മൂത്രമൊഴിച്ചിട്ടോ തുപ്പിയിട്ടോ ഒക്കെ കൊടുക്കുള്ളൂ. എനിക്കത് തരണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ വൈകുന്ന ഭക്ഷണം വാങ്ങി തന്നത്. ഇത് പറഞ്ഞത് ഒരു സമസ്തക്കാരനാണ്, ഒരു മുജാഹിദോ അല്ലെങ്കിൽ ഷിയായിസം പഠിച്ച ആളൊന്നല്ല. അയാൾക്ക് ഷിയായിസത്തെ പറ്റി ഒന്നും അറിയില്ല. അയാളെ അനുഭവം അയാൾ പറഞ്ഞു. അപ്പൊ ഈ രീതിയിൽ അഹ്ലുസുന്നയോട് അവരെ ഒരു പണ്ഡിതൻ തന്നെ, ഹുസൈൻ മൂസവി, ഖുമൈനിയുടെ കാലത്ത് ജീവിച്ച ആള്, അയാൾ പിന്നെ അഹ്ലുസുന്നയിലേക്ക് വന്നപ്പോ അയാളെ അനുഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അയാൾ എന്റെ വീട്ടിലൊരു സുന്നി പാർക്കാൻ വന്നു. എന്റെ വാപ്പ അയാളെ ഭയങ്കര ആദരിച്ചു. അയാൾക്ക് ഭക്ഷണം കൊടുത്തു, അയാൾക്ക് വിരിപ്പ് കൊടുത്തു. പിറ്റേന്ന് രാവിലെ അയാൾ പോയപ്പോ അയാളെ കിടന്ന് വിരിപ്പ് കത്തിക്കാൻ പറഞ്ഞു ഞങ്ങളോട്. പിന്നെ അയാളെ ഭക്ഷണം കഴിച്ച പാത്രം പ്രത്യേകിച്ച് വൃത്തിയാക്കാനും പറഞ്ഞു. കാരണം നജസാണ് ആരെ സംബന്ധിച്ചിടത്തോളം, ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം സുന്നികൾ. ലാ യജൂസു ലിൽ മുഅ്മിനത്തി, ഖുമൈനി പറയാണ്, അൻ തൻകിഹ നാസിബ വകദാലിക ലാ യൻകിഹുൽ മുഅ്മിനു അൻ നാസിബ. സുന്നി ഷിയ സുന്നിയെ വിവാഹം കഴിക്കാൻ പാടില്ല, ഷിയ സ്ത്രീ സുന്നി ആണിനെയും കഴിക്കാൻ പാടില്ല. കാരണം ലിഅന്നഹുമാ ബിഹുക്മിൽ കുഫാർ, അവർ കാഫിറുകളുടെ സ്ഥാനത്താണ്. വൈനി ഇന്ദഹലാദി, ഇസ്ലാം മതം എന്ന് അവര് പറഞ്ഞിറക്കുന്നുണ്ടെങ്കിലും അവർ യഥാർത്ഥത്തിൽ കാഫിറുകളുടെ സ്ഥാനത്താണ് എന്ന് അദ്ദേഹത്തിന്റെ തഹ്രീറുൽ വസീല എന്ന പുസ്തകത്തിൽ ആയത്തുള്ള റൂഹുള്ള എന്നൊക്കെ നമ്മൾ ആദരിച്ചു പറയുന്ന ഖുമൈനി പറയുന്നു. അതുപോലെ ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയുടെ ഖബറിലേക്ക് ഷിയാക്കള് ഇറാൻ പിടിച്ചടക്കിയത് AD 1502-ലാണ്. അതുവരെ ഇറാൻ ഒരു സുന്നി രാജ്യമാണ്. സൊഫവി, ഷാ അബ്ദുൽ അസീസ് സൊഫവി എന്ന ഒരാളാണ് ഇറാനിനെ ഷിയ രാജ്യം, ഇന്ത്യയില് മറ്റേ ബാബർ ഭരിക്കുന്ന സമയത്താണ് സൊഫവി ഇറാൻ പിടിച്ചിറക്കിയിട്ട് ഒരു ദിവസം ഇറാനിലെ ഇസ്ഫഹാനിലെ ഒരു ദിവസം 1,00,000-ലധികം സുന്നികളെ കൊന്നൊടുക്കി അവര്. അങ്ങനെയാണ് സുന്നി ഭൂരിപക്ഷ പ്രദേശമായ സുന്നികളെ ഇമാമുമാര് ജീവിച്ച ഗസാലി, റാസി, പിന്നെ നസായി, തിർമുദി, ഇബ്നു മാജ, അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലെ അതിപ്രഗത്ഭരായ ഇമാമുമാർ ജീവിച്ച, ഇമാം മുസ്ലിം ഒക്കെ ജീവിച്ച ഇറാൻ ഷിയ രാജ്യമാകുന്നത് 1502-ൽ ഷാ അബ്ദുൽ അസീസ് സൊഫവിയുടെ കാലത്താണ്. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം ഇറാഖ് പിടിച്ചടക്കി. അപ്പോ ഇറാഖിലാണ് ഇമാം അബൂ ഹനീഫയുടെ ഖബർ. അബൂ ഹനീഫയുടെ ഖബറിൽ പോയി പിന്നെ
മൂത്രമൊഴിക്കാനും മലവിസർജനം നടത്താനും 2 കുതിരകളെയും 2 കുതിരക്കാരനെയും മധ്യം ഇറാഖിൽ അല്ല ബഗ്ദാദിൽ സജ്ജീകരിച്ചിരുന്നു. അവിടെ പോയിട്ട് പുണ്യം നേടാൻ അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിന് പോയിട്ട് മൂത്രിക്കാനും മലവിസർജനം നടത്തിയിട്ട് പുണ്യം നേടുവാൻ വേണ്ടി ഷാ അബ്ദുൽ അസീസ് 2 ആൾക്കാരെ ഏർപ്പാടാക്കിയിരുന്നു എന്ന് ഷിയാക്കളുടെ തന്നെ കിതാബിൽ കാണാൻ സാധിക്കും. ഈ രീതി സുന്നികളോടുള്ള ഒടുങ്ങാത്ത വിരോധം അവർക്ക് അവരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ ജീവിതത്തിലും അവർ സുന്നികളോട് ചെയ്ത ക്രൂരകൃത്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ ഒന്നും പറഞ്ഞാൽ തീരാത്ത അത്ര ഉണ്ട്. ഈ ഹദീസാണ് قال حلال الدم وإن قدرت أن تقلب عليه آية أو تغرقه في ماء لكي لا يشهد عليك أحد. പറ്റുന്നുണ്ടെങ്കിൽ ആരും കാണാതെ ഒരു മതില് വന്ന മേലെ തള്ളിയിടുക, അപ്പം മരിച്ചോളൂല്ലോ. അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കുക, എന്നാ പിന്നെ ആരും കാണൂലല്ലോ. ആ രീതിയിൽ കൊന്നോ കൊല്ലുകയാണെങ്കിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ സുന്നികളുടെ സമ്പത്തിനെ പറ്റി എന്താ പറയുന്നത്? അപ്പൊ അവർ പറയുന്നത് ഹലാലുൻ കുല്ലു ഷൈഇൻ യംലിക്കുഹു ഹലാൽ. സുന്നി ഉടമപ്പെടുത്തുന്ന എല്ലാം നിനക്ക് ഹലാലാണ്. അതാണ് ഇറാഖിലൊക്കെ 2004 സദ്ദാം ഹുസൈന് അമേരിക്കയും ഷിയാക്കളും, അമേരിക്കയുടെ പോൾ പ്രൈമർ എന്ന സൈനിക നേതാവ് ഷിയാക്കളുടെ പണ്ഡിതന്മാരോട്, അലി സീസാനി, മുർത്തള സദർ എന്നൊക്കെ പറഞ്ഞ ഷിയാ പുരോഹിതന്മാരോട് ചർച്ച നടത്തിയിട്ടാണ് ഷിയാ ജഡ്ജിയാണ് സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നത്. അതോടുകൂടി സുന്നി, സദ്ദാം ഹുസൈന് വലിയ സാരിയാ മനുഷ്യനൊന്നല്ലായിരുന്നു, പക്ഷെ അതിൽ സുന്നി, ഇപ്പൊ ഇവിടെ കള്ളുടിച്ചെടുക്കുന്ന സുന്നി അല്ലേ, അതേമാതിരി സുന്നി വർഗത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലത്ത് ഈ ഇറാഖില് പിന്നെ സ്വാതന്ത്ര്യം കുറവാണെങ്കിലും സമാധാനവും സമ്പന്നതയും ഉണ്ടായിരുന്നു. സുന്നിക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ഷിയാക്കും സ്വാതന്ത്ര്യം. പക്ഷെ സുന്നിനെ കൊല്ലാൻ ഷിയാൻ അനുവദിക്കൂല. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിനു ശേഷം അമേരിക്കയും ഷിയാക്കളും ഇഖ്വാനുൽ മുസ്ലിമൂനും ഒരു ടീമായിട്ട് മത്സരിച്ചു അവിടെ അധികാരം പിടിച്ചടക്കുന്നത്. അമേരിക്ക ചെയ്തൊരു നാടകമാണ്. അവരെ അധികാരം ഷിയാക്കൾക്ക് കൊടുക്കാനുള്ള അമേരിക്ക ചെയ്തൊരു നാടകമാണ്. ആ നാടകത്തിന് ശേഷം ഇറാഖിൽ 30 ലക്ഷം സുന്നികൾ അവർ കൊന്നൊടുക്കി. എന്നത് നടന്നത് നിങ്ങൾ ഞാനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത്, പണ്ടത്തെ കിതാബിലുള്ള 2004 ശേഷം നൂരി മാലിക്കി എന്ന ഷിയാ നേതാവ് ഇറാഖിന്റെ ഭരണം അമേരിക്ക കൊടുത്തതിന് ശേഷം 30 ലക്ഷം സുന്നികൾ അവർ കൂട്ടക്കൊലകൾ നടത്തിയിട്ട് ഒന്നിച്ചു മണ്ണിട്ട് മൂടിയ അതിനെപ്പറ്റിയുള്ള കിതാബുകൾ ഉണ്ടായിരുന്നുണ്ട്, ധാരാളം കിതാബുകൾ. അതിന് സാക്ഷ്യം വഹിച്ച അയാളുടെ ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ട സംഭവം ആ ഒരു സുന്നി ആ സംഭവത്തിൽ ഹുദൈദ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് കൂട്ടക്കുഴിമാടങ്ങൾ, അതായത് ജനങ്ങളെ ജീവനോടെയും അല്ലാതെയും കുഴിമാന്തിയിട്ട് ഇങ്ങനെ കൊന്നൊടുക്കിയ സംഭവങ്ങൾ നമ്മുടെ കാലത്ത് നടന്ന സംഭവമാണത്. സിറിയയിൽ ഇതേ കാലത്ത് 2011 ഹാഫിസുൽ അസദിന്റെ നേതൃത്വത്തിൽ അതിനെതിരെ അയാളെ ഭരണം അട്ടിമറിക്കാൻ ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചപ്പോൾ അയാള് ഹിസ്ബുള്ളയെയും അതേപോലെ ഇറാനിലെ അറസു സൗരി നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന് അതേമാതിരി ഹൂസികളെയും ഇന്ത്യയിൽ നിന്ന് വരെ പോയ ഷിയ ഭീകരന്മാരുടെ നേതൃത്വത്തിൽ 10 ലക്ഷം സുന്നികളെ സിറിയയിൽ കൊന്നൊടുക്കി. 1.5 കോടി സുന്നികൾ അഭയാർത്ഥികളായി ഇന്നും യൂറോപ്പിലും മറ്റുമൊക്കെ അതിൽ പലരും ജീവിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകള് ശരീരം വിൽക്കുകയും ക്രിസ്തു മതം സ്വീകരിക്കുകയും ചെയ്ത ആയിരക്കണക്കിന് സ്ത്രീകൾ ഇവിടെ സിറിയയിൽ നിന്ന് ജീവനം കൊണ്ട് ഓടിപ്പോയ സുന്നി സ്ത്രീകൾ. സഹാബികളുടെ കബറുകൾ ഒരു മാന്തി ആരൊക്കെ, പിന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, ഈ അവസാനം പിന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കബറ് മാന്തി മയ്യിത്ത് കൊണ്ടുപോയി. അപ്പൊ ആ കബറോടെ ശൂന്യാണ്. ഇതൊക്കെ നമ്മളെ ജീവിച്ചിരുന്ന കാലത്ത് നമ്മളെ കാലത്ത് സംഭവിച്ചതാ. ഞാനത് ആ കാലത്ത് വായിക്കുകയും
ആ കാലത്ത് അത് എന്റെ സൈറ്റിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാളികൾ എന്റെ സൈറ്റ് കാണാത്തതുകൊണ്ട് ഇവിടെ മാധ്യമവും അതുപോലുള്ള മീഡിയകളും ഷിയ അനുകൂല്യ മീഡിയകളുമാണ് ഇവിടെ മുഖ്യധാര മാധ്യമങ്ങൾ. അവരൊരിക്കലും ഷിയ ക്രൂരതകൾ ഒരിക്കലും വെളിച്ചത്ത് കൊണ്ടുവരില്ല. കാരണം അവരുടെ താല്പര്യങ്ങൾ ഒരിക്കലും ഷിയാക്കളെ വെള്ളപൂശാനല്ലാതെ അവരുടെ അതിക്രമങ്ങളും അവർ സുന്നികളോട് ചെയ്ത ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ ഫലസ്തീനു വേണ്ടി കരയുന്നുണ്ടല്ലോ. ഫലസ്തീനിൽ 1948 മുതൽ പിന്നെ ഇപ്പോ 2024 വരെ ജൂതന്മാര് കൊന്ന ഏതാനും 1000 ആളുകളാണെങ്കിൽ കേവലം 10 കൊല്ലത്തിന്റെ ഇടയിലാണ് ഒരു നാട്ടിൽ 30 ലക്ഷം, ഒരു നാട്ടില് പിന്നെ 10 ലക്ഷം മുസ്ലിങ്ങളെ, 7 ലക്ഷം മുസ്ലിങ്ങളെ സുന്നികളെ യമനിൽ ഹൂസികള് ഇറാന്റെ ആയുധം കൊടുത്തിട്ട് സുന്നികളെ കൊന്നൊടുക്കി. ഇതൊന്നും നമുക്ക് വാർത്ത കിട്ടൂല. അതതിന്റെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് വാർത്തിട്ടുള്ളൂ. കാരണം മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്ത വാർത്ത. ഇന്നിപ്പോ ഈ ഫലസ്തീനിൽ നടക്കുന്നതിനേക്കാൾ ക്രൂരത നടക്കുന്നുണ്ട് എവിടെ? സുഡാനില്. അതിനെപ്പറ്റി നിങ്ങൾ വലിയ പത്രത്തിലും വായിക്കുന്നില്ല. അത് താല്പര്യം, അത് മാധ്യമങ്ങൾക്ക് താല്പര്യമില്ലാത്ത വാർത്ത. കറുത്ത മനുഷ്യന്മാരെ വധത്തിനും രക്തത്തിനും വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ മാധ്യമങ്ങൾ നമ്മളോട് കളവ് പറയുന്നു, നമ്മളറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ഷിയ ക്രൂരതകൾ. മുഖ്താർ സഖഫി കർബലക്ക് പ്രതികാരമായിട്ട് 100 കൊല്ലത്തിന്റെ ഇടയിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കർബല പ്രദേശത്ത് ഇറാഖിൽ കൊന്നൊടുക്കി. ഇബ്നുൽ അൽഖമി ഹിജ്റ 400 താർത്താരികളെ വിളിച്ചു വരുത്തി അബ്ബാസി ഖലീഫ മുസ്തസിമിനെ കള്ളൊക്കെ കൊടുത്തിട്ട് മൂപ്പര് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അകറ്റി ഇസ്ലാമിന്റെ ശത്രുക്കളായ താർത്താരികളോട് വരാൻ പറഞ്ഞു. ആര്? ഖലീഫയുടെ പ്രധാനമന്ത്രി ഷിയയായ ഇബ്നുൽ അൽഖമി. എന്നിട്ട് എന്ത് ചെയ്തു? അയാള് വന്നിട്ട് ബഗ്ദാദിലെയും ഇറാഖിലെയും കണ്ട മുഴുവൻ മനുഷ്യന്മാരെയും കൊന്നൊടുക്കി. ഇമാം ഇബ്നു കസീർ പറയുന്നു 20 ലക്ഷം ആളുകളെ ഹിജ്റ 500 ആര് കൊന്നൊടുക്കി? ഈ താർത്താരികൾ. ആരാണ് അവരെ വിളിച്ചു വരുത്തിയത്? അയാളുടെ പ്രധാനമന്ത്രിയായിരുന്ന, ഖലീഫയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഷിയ വിശ്വാസിയായ ഇബ്നുൽ അൽഖമി. ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിലുള്ളതാണ്. അതുപോലെ പിന്നെ കറാമിത്തുകൾ എന്നൊരു വിഭാഗം ഈ സൗദി അറേബ്യയിലെ അൽഹസ ഭാഗത്ത് നിന്ന് ഇതേ കാലത്ത് ഹിജ്റ 400 10,000 ഹാജിമാരെ മത്താഫിലിട്ട് കൊലപ്പെടുത്തി. കറാമിത്ത എന്ന ഷിയാക്കൾ മത്താഫിലിട്ടിട്ട് ഹജ്ജിന് വന്ന 10,000 ഹാജിമാരെ കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, ഇറാഖികൾ 10 കൊല്ലം പിന്നെ ഹജ്ജ് ചെയ്യാൻ വന്നില്ല, പേടിച്ചിട്ട് ഇവരെ നരനായായിട്ട് പോയി. ഹജറുൽ അസ്വദ് പിഴുതെറിഞ്ഞിട്ട് കൊണ്ടുപോയി. 22 കൊല്ലം മുസ്ലിങ്ങൾ ഹജറുൽ അസ്വദ് ഇല്ലാതെ ഹജ്ജ് ചെയ്തു. ഹജറുൽ അസ്വദ് ഇല്ലാതെ ആ സ്ഥലത്തേക്ക് ചൂണ്ടിയിട്ട് ഹജ്ജ് ചെയ്തു. 22 കൊല്ലത്തിന് ശേഷം അന്നത്തെ ഖലീഫ അവരോട് യുദ്ധം ചെയ്തു. ഹജറുൽ അസ്വദിന്റെ അവരപ്പൂത്തിന് ഹജറുൽ അസ്വദ് കത്തിച്ച് കളഞ്ഞിരുന്നു. ഹജറുൽ അസ്വദിന്റെ ചെറിയ പീസുകളാണ് തിരിച്ചെത്തിയത്. ഇന്ന് നിങ്ങളെ ഹജറുൽ അസ്വദ് മുത്തുമ്പോ ശരിക്ക് സൂക്ഷിച്ചു നോക്കിയാൽ, ഞാൻ നോക്കിയിട്ടുണ്ട്, യഥാർത്ഥ ഹജറുൽ അസ്വദിന്റെ പീസുകൾ ഈ വലുപ്പത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ ഇറാനിൽ ഹഷാഷികൾ, അതൊരു തീവ്രവാദികളാണ് ഹഷാഷി. ഈ ഹഷാഷി എന്ന വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിലെ അസാസിൻ എന്നുള്ള വാക്കുണ്ടായത്. ഇവരുടെ ക്രൂരകൃത്യം ഒരു ഭാഷയിൽ ഒരു വാക്കുണ്ടാക്കി യുദ്ധം ചെയ്ത് അവരുടെ ഭരണം നിഷ്കാസിതമാക്കിയതിന് ശേഷമാണ് ഖുദ്സിലേക്ക് പോയിട്ട് ഖുദ്സ് കീഴടക്കിയത്. അതുപോലെ കോഴിക്കോട്ട് 5 നിലയുള്ള പള്ളി ഉണ്ടല്ലോ, അതിന്റെ പേര് ഈ മുസ്ലിങ്ങളെ ക്രൂരമായ ബുക്കർക്കിന്റെയും പിന്നെ വാസ്കോഡി ഗാമന്റെയും ക്രൂരതകൾ പറയുന്ന പുസ്തകങ്ങളുണ്ട്. ചെവി അറുത്തിട്ട് പന്നിന്റെ ചെവി തുന്നിച്ചേർക്കുക, അതൊക്കെ കേരളത്തിൽ അദ്ദേഹം ചെയ്ത ക്രൂരതകളാണ്. ഗോവയിൽ ഒരു പള്ളിയില് 2000 അന്നത്തെ പള്ളി തന്നെ ഓലപ്പ സമൂഹത്തിന്റെ ശത്രുക്കളുടെ കൂടെ നിന്നിട്ട് ഇവര് ചെയ്ത അതിക്രൂരതകളുടെ ചരിത്രം അത് പറഞ്ഞാൽ തീരാത്ത അത്ര കൂടുതൽ അവര് ഈ ഇസ്ലാമിക സമൂഹത്തിൽ അവരുടെ നാശനം. നിങ്ങൾക്ക് തോന്നുന്നു അമേരിക്കയോടും ഇസ്രായേലിനോടൊക്കെ അവർ ഭയങ്കര ശത്രുക്കളാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മിത്രങ്ങളാണ് ഇറാനും ഒക്കെ. പക്ഷെ അവർ ബാഹ്യമായിട്ട് ഭയങ്കര ശത്രു അഭിനയിക്കും. അവരെ പറ്റി ഒരു പുസ്തകം ഉണ്ട്, ഒരു ഇറാനിയുടെ സീക്രട്ട് ഡീലിങ്സ് ബിറ്റ്വീൻ US, ഇറാൻ ആൻഡ് ഇസ്രായേൽ. നെറ്റി കിട്ടും.
അതിൽ 200 അമേരിക്കൻ, ഇസ്രായേൽ, ഇറാനിയൻ നയതന്ത്ര പ്രതിനിധികളെ ഇന്റർവ്യൂ ചെയ്തിട്ട് എഴുതിയ പുസ്തകം എഴുതിയതും ഒരു ഇറാനിയാണ്. ഇറാനും അമേരിക്കയും ഒക്കെ നടക്കുന്ന രഹസ്യ ഉടമ്പടിയുടെ കഥകൾ. 2004 ഇറാന്റെ ഖുമൈനിയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഹസൻ ബാനിസദിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടതാണ്. ഹസൻ ബാനിസദർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്റെ ഓർമ്മ. അല്ല, ഹസൻ ബാനിസദർ ഇറാനിന് പുറത്തു വേണ്ടി വന്നു ജീവിക്കാൻ, സത്യം പാർട്ടിന്റെ പേരില്. ഖുമൈനിയുടെ കാലത്തെ ഇറാന്റെ പ്രസിഡന്റാണ്, പ്രധാനമന്ത്രിയാണ് ഹസൻ ബാനിസദർ. അല്ല, അയാൾ ഇന്റർവ്യൂ പറയാണ്, എന്നോട് ഇറാൻ ഇറാഖ് യുദ്ധ സമയത്ത് ഖുമൈനി അമേരിക്കയോട് ആയുധം വാങ്ങാൻ പറഞ്ഞു. കാരണം ഖുമൈനിയാണ് ശരിക്കും ഭരിക്കുന്നത്. ഖുമൈനി ആത്മീയ നേതാവാണ്. പക്ഷെ ഒരു പാവ പ്രധാനമന്ത്രിയൊക്കെ അവിടെ ഉണ്ടാവും. ആ പ്രധാനമന്ത്രിക്ക് റോളും ആത്മീയ നേതാവാണ് എല്ലാം ഭരിക്കുക. സൈന്യത്തിന്റെ തലവനും രഹസ്യാന്വേഷണ തലവനൊക്കെ ഖുമൈനി ആയിരുന്നു. ഇപ്പൊ ഖുമൈനിന്റെ സ്ഥാനത്തുള്ള ആളാരാ? ആ തലികെട്ട് അയാൾ പേരോ അലി ഖാംനൈ. അലി ഖാംനൈയാണ് ഇപ്പത്തെ ആത്മീയ നേതാവ്. അവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ട്. ഇന്നാളത്തെ ഒരു പ്രധാനമന്ത്രി മരിച്ചു, അയാൾക്കൊന്നും ഒരു വിലയില്ല. എല്ലാം ഖാംനൈയാണ് എല്ലാ സൈന്യത്തിന്റെ നേതാവ്. അയാൾ അറിയാതെ അവിടെ ഒരു ഇല അനങ്ങൂല. അപ്പൊ ഖുമൈനി ആയിരുന്നു ആ കാലത്ത് ആത്മീയ നേതാവ്. ഖുമൈനി അമേരിക്കയോട് ആയുധം വാങ്ങാൻ പറഞ്ഞപ്പോ ആരടിക്കാൻ? സദ്ദാം ഹുസൈന്. പിന്നെ ഹസൻ ബാനിസദർ ചോദിച്ചു, നമ്മൾ അമേരിക്കയോട് ആയുധം, നമ്മൾ അമേരിക്കയ്ക്ക് എതിരെന്നല്ല പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അമേരിക്കയോട് ആയുധം വാങ്ങണം, കാരണം യുദ്ധം എന്ന് പറഞ്ഞാൽ ചതിയാണ്. അത് അയാൾ ഇന്റർവ്യൂവിൽ പച്ചക്ക് പറയണം. ആ ഇന്റർവ്യൂ ഞാൻ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ. അപ്പോ ഇസ്രായേൽ മുഖേനയാണ് അത് വാങ്ങിയത്. ഇസ്രായേലും ഇറാനും ഭയങ്കര സൗഹൃദത്തിലാണ്. ഒരു യുദ്ധം ചെയ്യും എന്നൊക്കെ പലതരം അഭിനയങ്ങളും ഉണ്ടാവും. ഇസ്രായേൽ സൈന്യത്തിന്റെ പകുതി ഇറാനിൽ നിന്ന് പോയ ജൂതന്മാരാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ പകുതി ഇറാനി ജൂതന്മാരാണ്. ഇസ്ഫഹാനിൽ നിന്ന് അന്ത്യനാളിൽ പിശാച്ചിനെ ദജ്ജാലിന് 50,000 ജൂതന്മാർ പിന്തുടരുമെന്ന ഹദീസിലുണ്ടല്ലോ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാർക്ക് എല്ലാ സൗകര്യം ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ. ഇറാന്റെ ക്യാപിറ്റലിൽ ഇറാനിൽ 250 ജൂത സിനഗോഗുകൾ ഉണ്ട്. എന്നാൽ ടെഹ്റാനിൽ 30% സുന്നികൾക്ക് ഒരു പള്ളി പോലുമില്ല. അവിടെ പാകിസ്ഥാൻ എംബസിയിലാണ് ഈ എംബസി ഉദ്യോഗസ്ഥന്മാരൊക്കെ നിസ്കരിക്കല്. അവർക്ക് ഒരു പള്ളി അതിൽ സുന്നത്തില്ല. എന്നാൽ 1% പോലില്ലാത്ത ജൂതന്മാർക്ക് 250 ടെമ്പിൾ ഉണ്ട്. ഇറാനില് മുസ്ലിം ഷിയ ഭൂരിപക്ഷ പ്രദേശമായ ടെഹ്റാന്, ഇസ്ഫഹാന്, കിർമാന്, യസ്ദ് തുടങ്ങിയ പ്രമുഖ പട്ടണങ്ങളിൽ ഒന്നും ഒരു സുന്നി പള്ളിയില്ല. പിന്നെ സുന്നി പള്ളി ഉണ്ട്. അതെവിടെ? അത് ഇറാനില് ചില സ്റ്റേറ്റുകൾ സുന്നി ഭൂരിപക്ഷമുള്ള സ്റ്റേറ്റുകളുണ്ട്. ആ സ്റ്റേറ്റുകളിൽ സുന്നി പള്ളികളുണ്ട്. പക്ഷെ ഭൂരിപക്ഷം ഷിയാക്കളുള്ള ഒരു സ്ഥലത്തും സുന്നികൾക്ക് പള്ളി അനുവദിക്കുകയില്ല. അപ്പോ ഈ ഇറാൻ ഇസ്രായേലുമായിട്ട് വലിയ ചങ്ങാത്തത്തിലും തുരങ്ക സൗഹൃദത്തിലൊക്കെയാണ്. ഇതൊന്നും നമുക്കറിയില്ല, നമ്മളെ വാർത്താ മീഡിയകൾ നമ്മളോട് പറയുകയില്ല. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് എല്ലാം കൂടി ഇപ്പൊ പറയാൻ ഇതുപോലുള്ള സമയത്ത് അപര്യാപ്തമാണ്. അപ്പൊ ഇവരുടെ വിശ്വാസത്തിന്റെ ഗുരുതരമായ വ്യതിയാനവും ഇവർക്ക് അഹ്ലുസുന്നത്തിനോടുള്ള കുടിപ്പകയും നിങ്ങൾക്ക് ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഈ കാര്യങ്ങൾ പറയുന്നത് നാളെ ഈ വിശ്വാസവുമായിട്ട് കേരളത്തിലെ ആളുകൾ വരും. കേരളത്തിൽ ഇപ്പോൾ ഒരുപാടുണ്ട്. ഇതൊക്കെ എല്ലാം ഷിയാക്കൾ കേരളത്തിൽ ഇറക്കിയൊരു പുസ്തകമാണത്. ഇത് വായിച്ചാൽ നിങ്ങളെ രക്തം തിളക്കും. ആ രീതിയിൽ സഹാബികൾക്കെതിരെയുള്ള കെട്ടുകഥയാണ്. കാതലാൽ സൈനബ് എന്ന ഹുസൈനുള്ളാഹിന്റെ മകൾ സൈനബ്. ആ സൈനബിന്റെ രക്തം ചിന്തുന്ന കഥയെ രക്തം തിളപ്പിക്കുന്നു. ഇത് വായിച്ചിട്ട് ഞാൻ തന്നെ കരഞ്ഞുപോയി. എനിക്കറിയാതിയുള്ളൊക്കെ കളവാണെന്ന്. പക്ഷെ അതിന്റെ ആ സാഹിത്യ ഭംഗി കൊണ്ട് എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. അത്ര സുന്ദരമായ സാഹിത്യ രീതിയിലാണ് പുസ്തകം. ഇത് ഓമച്ചപ്പോൽ എന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓമച്ചപ്പോൽ ഷിയാക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങളാരെയും വിശ്വസിക്കോ? അപ്പോ അവരിവിടെ അദൃശ്യമായിട്ട് ഇവിടെ പല സ്ഥലത്തുണ്ട്. എടരിക്കോടും ചെങ്കത്തിയിലും പല സ്ഥലത്തുണ്ട്. പക്ഷെ അവരൊരിക്കലും അവരുടെ തനിനിറം കാണിച്ച് നമ്മളെ മുന്നിൽ വരൂല. ഞങ്ങളെ കടങ്ങാത്ത കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സൂഫിസത്തിലൂടെ ഒക്കെ ഇതിൽ പല ആളുകളും കൊണ്ടുവരപ്പോ സൂഫിസത്തിലേക്ക് പോയ പല ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോ അവരുടെ 2ാം ഘട്ടത്തിൽ ഒരു ഇതിലേക്ക് പോകുന്ന പല ആളുകളുണ്ട്. കേരളത്തിലെ ഷീസത്തെ പറ്റി എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഞാൻ തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട് പറയുന്നു, നിർത്തുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും 1-2 ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഇവിടെ പറയപ്പെടുന്ന അങ്ങനെ ഞാൻ ഈ വിഷയമൊക്കെ എന്റെ ഒരു സൈറ്റ് ഉണ്ട്. എനിക്കിപ്പോ എല്ലാം കൂടി നിങ്ങളോട് ഒരു രാത്രി പറയാൻ പറ്റുമല്ലോ. ഇപ്പൊ കർബല ഷിയാ വഞ്ചനയുടെ ചരിത്ര സാക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു 10-30 പുസ്തകം വായിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു മാസം ഞാൻ അധ്വാനിച്ചിട്ട് എഴുതിയൊരു ലേഖനം എന്റെ സൈറ്റിൽ. അതിലതിന്റെ സമ്പൂർണ്ണ ചരിത്രം ഷിയാക്കളാണ് ഹുസൈനുള്ളാഹിനെ കൊന്നത് എന്ന് ഞാൻ അതിൽ ഓല കിതാബ് ഉദ്ധരിച്ച് സ്ഥാപിക്കുന്നുണ്ട്. ഷിയാക്കളാണ്, അവരുടെ കരങ്ങൾ കൊണ്ടാണ് യസീദ് ഹുസൈനുള്ളാഹിന്റെ കഴുത്തറക്കപ്പെട്ടത്. അവരാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോയത്, അവരെ വിളിച്ചു കൊണ്ടുപോയത്, അവരാണ് അദ്ദേഹത്തെ ചതിച്ചത് എന്ന് അവരുടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് ഒരു ഷിയക്കും നിഷേധിക്കാൻ പറ്റാത്ത ചരിത്രങ്ങൾ ഞാൻ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ സൈറ്റിന്റെ പേര് ചെറിയ അക്ഷരത്തിൽ ahlusunnahind.com ahlusunnahind.com. അതിൽ ഈ വിഷയവുമായിട്ടുള്ള എന്റെ എല്ലാ പ്രസംഗങ്ങളും ഞാൻ എഴുതിയ ഒരു 10-15 കൊല്ലമായിട്ട് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കാലയളവിൽ ഞാൻ എഴുതിയ ലേഖനങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് കിട്ടും. അത് ഇനി അതെല്ലാം കൂടി ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ കേരളത്തിൽ എത്രമാത്രം കർബലനെ പറ്റിയുള്ള പുസ്തകം എഴുതി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സ്പീഡിൽ വായിച്ചു തരാം. നിങ്ങൾ നെറ്റിപ്പോവും. കേരളത്തിൽ കർബലയെ പറ്റി അറബി മലയാളത്തിൽ കുറെ ഉണ്ട്. കർബല കിസ്സപ്പാട്ടുണ്ട്, അതെല്ലാം പറഞ്ഞ മലയാളത്തില് കർബലയുടെ ചരിത്രം, ഓപ്പിയമുത്തു കോയത്തങ്ങൾ, കർബല KVM ബന്താവൂർ, കർബല പുല്ലമ്പാറ ശംസുദ്ദീൻ, കർബലയുടെ കണ്ണീർ കണങ്ങൾ KK മുഹമ്മദ് മദനി, കർബലയിലെ രക്തക്കളം PA നൈനാർകുട്ടി, കർബലയുടെ ദുരന്ത നായകൻ V മുഹമ്മദ് കോയ, കർബലയുടെ കണ്ണീർ സലാം മുഹമ്മദ്, കർബല മുൻഷി പ്രേംചന്ദ്, കർബലയിലെ രക്തബിന്ദുക്കൾ KC കോമുകുട്ടി മൗലവി, കർബലയുടെ രുധിരസ്മരണകൾ. ഈ മാസം ഇറങ്ങിയ പുസ്തകം. ഇതിപ്പോ എനിക്ക് അറിഞ്ഞ പുസ്തകം, എന്റെ കണ്ണിൽ പെട്ട പുസ്തകങ്ങളാണ്. ഇങ്ങനെ പെടാത്തത്ര ഉണ്ടാവും. ഇതൊക്കെ വായിച്ചിട്ട് ഈ ആളുകള് യസീദ് റഹിമഹുല്ല അദ്ദേഹത്തെ കുറിച്ചൊക്കെ ചിരിക്കുകയും ഒരു തീജാനി തരീക്കത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എനിക്ക് മറുപടി ആയിട്ട് യസീദിന്റെ കാത്തറാക്കിയിട്ട് ഒരു പള്ളിയിൽ നിന്ന് ഇതേമാതിരി മേറാബിൽ ഇരുന്ന് കൊണ്ടൊരു ഉസ്താദ് ഒരു 5-6 സെഷൻ പറയുന്ന നമുക്കൊരു പറഞ്ഞു. 2 സെഷൻ ഞാൻ കേട്ടു. പിന്നെ ചിലപ്പോൾ നിർത്തിയിട്ടുണ്ടാവും, കാരണം നമ്മളെ മറുപടി പറയുമെന്നുള്ള പേടി. കാരണം ഈ രീതിയിൽ തരീക്കത്തേരും അല്ലാത്തവരൊക്കെ ഈ വലാലത്ത് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചരിത്രം നമ്മൾ വളരെ ഗൗരവത്തിൽ പഠിച്ചില്ലെങ്കിൽ ഈ ചരിത്രത്തിലൂടെയാണ് ഈ കള്ളത്തരങ്ങൾ മുഴുവൻ വരുന്നത്. നമ്മളെ കേരളത്തിലും ഇന്ത്യയിലും എഴുതപ്പെട്ട ചരിത്രത്തിലൊക്കെ ഈ അബദ്ധങ്ങളാണുള്ളത്. ഇവിടെ ഇസ്ലാമിക ചരിത്രം തന്നെ എഴുതപ്പെട്ട ചരിത്രത്തിലൊക്കെ മുജാഹിദും ജമാഅത്തും സുന്നിയൊക്കെ ഇത് ചരിത്രത്തിലൊക്കെ ഈ അബദ്ധ ചരിത്രമുള്ളത്. കാരണം അവർ ചരിത്ര ഗവേഷണ താല്പര്യമുള്ള ആളുകളെല്ലാം ഇവിടെ ചരിത്രം എഴുതി കിട്ടിയതൊക്കെ വെച്ച് എഴുതാനുള്ള. ആ കിട്ടിയത് വെച്ച് എഴുതുമ്പോ ഇവരെ മുമ്പിൽ കിട്ടാനുള്ളത് ഇതൊക്കെ ഉള്ളൂ. യഥാർത്ഥം പറയുന്ന കിതാബ് ഇവരെ അന്വേഷിച്ചു പോവില്ല, അതുകൊണ്ട് ഇവർ കാണൂല്ല. അപ്പൊ തബരിയിലുണ്ട് തന്നെ. ആ തബരിയില് സഹിയാണോ ലൈഫാണോ? തബരി സഹിഹു തബരി ലൈഫുഹു എന്ന കിതാബുണ്ട്. തബരിയിലെ ലൈഫായ ഹദീസുകൾ അല്ല റിവായത്തുകളും സഹിയായ റിവായത്തുകളും ഇവര് ലൈഫായ റിവായത്തുകളെല്ലാം കൂടി പറഞ്ഞിട്ട് ഈ സഹാബികളെ നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളൊരു കഴിവുണ്ട്. സഹാബികളെ ഏറ്റവും കൂടുതൽ അപമതിച്ചൊരു പുസ്തകമാണ് മൗലാന മൗദൂദിയുടെ ഖിലാഫത്തും രാജവാഴ്ചയും. 7 പതിപ്പായിട്ട് 1000കണക്കിന് കോപ്പിയൊക്കെ കേരളത്തില് വിറ്റഴിഞ്ഞു. കേരളത്തിലെ ഒരു മുജാഹിദ് അതിന് അതിലുള്ള അബദ്ധങ്ങൾ ഒരു ലേഖനം കൊണ്ട് പോലും എഴുതിയതായിട്ട് എനിക്കറിയില്ല. എന്നാൽ ലോകത്തിലെ സലഫികള് അതിന് 900 പേജുള്ള മറുപടി മൗദൂദി ജീവിച്ചിരിക്കുന്ന കാലത്ത് അതിലുള്ള മുഴുവൻ വാദങ്ങൾക്കും പാകിസ്ഥാനിലെ ഷെയ്ഖ് ഹാഫിദ് യൂസുഫ് എന്ന സലഫി പണ്ഡിതൻ മൗദൂദിയുടെ ജീവിതകാലത്ത് 900 ചില്ലാനം പേജുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലെ മുഹമ്മദ് ഇസ്ഹാഖ് സന്ദേൽവി എന്ന ഹനഫി പണ്ഡിതൻ 4 വാല്യങ്ങളിൽ മൗദൂദി ജീവിച്ചിരിക്കുമ്പോൾ മൗദൂദിയുടെ അബദ്ധ പഞ്ചാംഗത്തിന് മറുപടി എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ മുജാഹിദുകളും വായിക്കുന്നത് ഖിലാഫത്തിന്റെ രാജവാഴ്ചയല്ലേ? അവർക്ക് ഉസ്മാനോട് വല്ല ആദരവുണ്ടാവോ? കാരണം അത്രയും അബദ്ധ ചരിത്രമാണ് അതിലുള്ളത്. മൗദൂദിയുടെ ചരിത്രത്തിലെ അബദ്ധങ്ങളെ കുറിച്ച് ഇഖ്വാനുൽ മുസ്ലിമൂന്റെ തന്നെ നേതാക്കന്മാര് ചരിത്രകാരന്മാര്
പറയുന്നത് ഞാൻ ഒന്ന് കേട്ടു. മൗദൂദിയെ പറ്റി സയ്യിദ് അല്ല ഇയാള് പറയണ യൂസുഫുൽ ഖർലാവി, വൽഹഖു ഇന്നനി ഇൻദമാ ഖറഅതു കലാമൽ ഉസ്താദുൽ മൗദൂദി അനി താരീഖുൽ ഇസ്ലാമി വനിൽ അദാറത്തുൽ ഇസ്ലാമിയ ഖഫ ശായരി, എന്റെ രോമം എടുത്തു പിടിച്ചു മൗദൂദ് സഹാബികളെ പറ്റി പറഞ്ഞത് കേട്ടപ്പോ. വർത്താദത്ത് ഫറായിസി, എന്റെ ഇടനെഞ്ച് എന്താ പറയാ സങ്കോചിച്ചു. വൈന്നി ആയിജബു കുല്ലൽ അജബ് അൻ യഗ്ലൂഹകുമഹു ഹാദൽ ഖുലൂബ്, സഹാബികളെ പറ്റിയോ നല്ല കാലത്തെ പറ്റി ഇത്ര അതിരുവിട്ട വാദം അദ്ദേഹം പറയുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതം. ഡോക്ടർ യൂസുഫുൽ ഖർലാവി മൗദൂദിയുടെ അതേ ചിന്താഗതിക്കാരനാണ്. അദ്ദേഹത്തിന്റെ താരീഖുനൽ മുഫ്തറ അലൈഹി, നമ്മുടെ കെട്ടിച്ചമത്തപ്പെട്ട ചരിത്രം എന്ന പുസ്തകത്തിന്റെ 47-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു. അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഇസ്ലാമിക ചരിത്രകാരനാണ്. ഇഖ്വാനുൽ മുസ്ലിമിന്റെ ആളാണെങ്കിലും ചരിത്രത്തിൽ പരമാവധി സത്യം പറയുന്ന ആളാണ്. ഏതാ മൗദൂദിനെ പറ്റി പറഞ്ഞെന്തരാം, ദക്കറാൻ മൗദൂദി കിതാബിനെ പറ്റി പറയാം. വയ മുഫീദത്തുൻ ഇജ്മാലൻ വലാകിന്ന തരീഖത അർളിഹിം ലിൽ അഹദാസ് വതഫ്സീരിഹിം ലിമവാഖിഫ് വഅലി സഹാബത്തി വത്താബിഈൻ ഫീഹാ കസീറുൻ മിൻ അദമിൽ ഇൻസാഫ് مثل ما كتبه أبو العلا مودودي في كتاب الخلافة والملك وأبو زهرة في كتاب تاريخ الأمم الإسلامية، والكتابان مشحونان بكثير من التحامل على مقام بعض الصحابة والثاني على خلفاء بني أمية وتنقصهم وتجردهم من أي حسرة أميرة. ഈ മൗദൂദിന്റെയും ഈ അബൂസൂറിന്റെ ഒക്കെ കിതാബുകൾ സഹാബികളെ വല്ലാതെ ഇകഴ്ത്തുന്നതും അവരുടെ എല്ലാ മഹത്വങ്ങളെയും ഇടിച്ചു താഴ്ത്തുന്നതും അവർക്ക് ഒരു നന്മയുമില്ല എന്ന് പറയുന്നതുമാണ്. എന്ന് ആരാ പറയുന്നത്? മൗദൂദിയുടെ അതേ ചിന്താഗതിക്കാരനായ ഡോക്ടർ അലി സ്വല്ലാബി, ഇപ്പോൾ ഖത്തറിൽ ജീവിച്ചിരിക്കുന്ന ചരിത്രകാരനാണ്, ലിബിയക്കാരനാണ്. പക്ഷെ നമുക്കതൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ കള്ളത്തരങ്ങളൊക്കെ വിശ്വസിച്ച് മൗദൂദിനെ വിശ്വസിച്ച് ഇവിടെ മലയാളത്തിൽ ഇറങ്ങിയ മുഴുവൻ ചരിത്ര ഗ്രന്ഥങ്ങളും സഹാബികളോട് നീതി കാണിക്കാത്തതാണ്. കുട്ടശ്ശേരി മൗലവിയുടെ ഇസ്ലാമിന്റെ 14 നൂറ്റാണ്ട് മുജാഹിദുകൾ സംയുക്തമായിട്ട് ഇറക്കിയ ഇസ്ലാം 5 വാല്യങ്ങൾ, അതില് ഈ സഹാബികളെ പറ്റി ലേഖനം എഴുതിയുള്ള ഷിയാണ്. എങ്ങനെയുണ്ട്? ഒരു ഷിയ മുജാഹിദുകൾ ഇറക്കിയ പുസ്തകത്തില് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ സംഭവത്തെ കുറിച്ച് അയാളുടെ വാദം നിരത്താൻ വേണ്ടി അയാൾ മുജാഹിദുകൾ ഇറക്കിയ ഇസ്ലാം 5 വാല്യം ഉപയോഗിച്ചു. അതാണ് ഷിയാക്കളെ കഴിവ്. അവരെവിടെ കയറിയിട്ട് അവരെ കാര്യം നടത്തും. മറ്റൊന്ന് IPH ഇറക്കിയ ഇസ്ലാം 5 വാല്യങ്ങൾ, IPH ഇറക്കിയ ഇസ്ലാമിക ചരിത്രം, സംക്ഷിപ്ത ചരിത്രം, മറ്റേ പാകിസ്ഥാനി എഴുത്തുകാരന്റെ, പിന്നെ മൗദൂദിയുടെ ഖിലാഫത്തുൽ രാജവൈദ്യവും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതിയ അബൂദുറുൽ ഖിഫാരി, മജീദ് വാരണക്കർ എഴുതിയ ഉസ്മാൻ, ഇതിലൊക്കെ വളരെ ചരിത്ര അബദ്ധജടിലമായ ചിത്രങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തോ, അടുത്ത തലമുറ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ മദ്രസ സിലബസിൽ സഹാബികളുടെ മഹത്വം പഠിപ്പിക്കണം കുട്ടികളെ. ഇല്ലെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ നാളെ ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. കാരണം സോഷ്യൽ മീഡിയയാണെന്ന് എല്ലാരെയും നിയന്ത്രിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി സഹാബ നിന്ദ. മുആവിയ എന്ന കാട്ടുകള്ളൻ എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ശാന്തപുരമായ കാദിയും അവിടെ ലേവ കോളേജിലെ പഠിതാവും അവരുടെ പിന്നെ ഇമാമുമായ പ്രഭാഷകനുമായ CH മുസ്തഫ മൗലവി പിന്നെ കോഴിക്കോട് എന്താ പറയാ, കോഴിക്കോട്ട് പ്രധാന സ്ഥലം ഉണ്ടല്ലോ, സിരി സാഹിബൊക്കെ ഉണ്ടായിരുന്നേ, ചന്ദ്രികൊക്കെ തുടങ്ങിയ അല്ല, കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ടൗൺ ഉണ്ടല്ലോ, എന്താ സ്ഥലത്തിന്റെ പേര്, ചന്ദ്രികാപത്രമൊക്കെ അവിടെ നിന്ന് തുടങ്ങിയത്. അപ്പോ അവിടുത്തെ പള്ളിയിൽ നിന്ന് മിമ്പറിൽ വെച്ച് റമദാനിൽ പറയാണ് മുആവിയ എന്ന കാട്ടുകൊള്ളൻ. അല്ല, കോഴിക്കോട് തലശ്ശേരിയിലെ പള്ളിയിൽ വെച്ചിട്ടാണ് അത് പറഞ്ഞത്. എന്നിട്ട് ആ പള്ളിയിൽ കൂടി ഒരാൾക്കൊരു പരാതി ഉണ്ടായില്ല, ആരും അയാൾ സംഘടനയിൽ നിന്ന് പുറത്താക്കിയില്ല. ഇതാ പക്ഷെ പിന്നെ അയാളെ പുറത്താക്കി. ഒരു സ്ത്രീ പീഡന വിഷയത്തില് പാട്ടായപ്പോ സംഘടനയിൽ നിന്ന് പുറത്താക്കി. സാഹിബിനെ എന്ത് പേര് പറഞ്ഞാലും പുറത്താക്കില്ല, കാരണം അയാൾ ഉപയോഗിക്കുന്ന മൗദൂദിന്റെ കിതാബാണ്. അപ്പൊ കാര്യങ്ങൾ വളരെ ഗുരുതരമാണ്. ഇതിനിവിടുത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിനൊക്കെ വലിയൊരു റോള് വഹിക്കാനുണ്ടായിരുന്നു, ഇപ്പോഴും സാധിക്കും. ഒരു ചരിത്രമൊക്കെ പഠിക്കുന്ന ടീമിനെ ഉണ്ടാക്കുക,
അവർക്ക് വേണ്ട റെഫറൻസ് ഒക്കെ കൊടുക്കുക, അവരെ ഇരുന്ന് പഠിച്ചിട്ട് എഴുതുക. ഇത് അറബ് ലോകത്തൊക്കെ ഇത് നടക്കുന്നുണ്ട്, ഇന്ത്യയിലും നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഡോക്ടർ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ചരിത്ര പണ്ഡിതനുണ്ടായിരുന്നു, ഒരു ഡോക്ടർ യാസീൻ മദ്ഹർ സിദ്ദീഖി. യാസീൻ മദ്ഹർ സിദ്ദീഖൊക്കെ ആ ചരിത്രത്തിലെ അബദ്ധങ്ങളെ കുറിച്ച് അദ്ദേഹം പറയാണ്. യാസീൻ മദ്ഹർ സിദ്ദീഖി കാന ഷെയ്ഖ് മൗദൂദി വശേഖ് നദീബി വശേഖ് തയ്യിബ് മുഹമ്മദ് തയ്യിബ് വമിനൽ ഉലമാഇൽ കിബാർ അസയ്യിദ് അമീർ അലി വഅബുൽ കലാം ആസാദ് വഅത്ഹർ ഹുസൈൻ യഹ്മിലൂന ഇത്തിജാഹൽ ഖവാരിജി വശിയത്തി വൽ മുസ്തശ്രികീന അദാ അൽ ഇസ്ലാം. ഇസ്ലാമീകൃതത്തിൽ മൗലാന മൗദൂദിയും മൗലാന നദീവിയും ദൈവബന്ധിന്റെ പ്രിൻസിപ്പാളായിരുന്ന മുഹമ്മദ് തയ്യിബും അബുൽ കലാം ആസാദും അതേമാതിരി അത്ഹർ ഹുസൈനൊക്കെ സ്വീകരിക്കുന്ന നിലപാട് ഖവാരിജികളുടെയും ഷിയാക്കളുടെയും ഇസ്ലാമിന്റെ ശത്രുക്കളായ ഓറിയന്റലിസ്റ്റുകളുടെയും ഇത്തിജാഹ വീക്ഷണമാണ് ചരിത്രത്തിൽ ഇവർ പുലർത്തിയത്. അപ്പോൾ വലിയ ആൾക്കാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ചെറിയ ആളുകൾക്ക് ആരെ വായിക്കുന്നവരാണ് കേരളത്തിലെ ആൾക്കാർ, അവർക്കും തെറ്റുപറ്റും. അപ്പൊ നമ്മള് ചരിത്രത്തിന്റെ ഈ ഒരു പണി നമ്മൾ ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടില് മുസ്ലിം ലോകത്ത് ആദ്യമായി ഷീഈ അപകടത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയ പണ്ഡിതനാണ് അല്ലാമ മുഹിബുദ്ദീൻ അൽ ഖത്തീബ്. അദ്ദേഹത്തിന്റെ മത്ബഅത്തു സലഫിയയിൽ നിന്നാണ് ആദ്യമായിട്ട് കഴിഞ്ഞ നൂറ്റാണ്ടില് മുസ്ലിം ലോകത്ത് ഷിയാ ചതികളെ പറ്റിയുള്ള ബോധവൽക്കരണം ഉണ്ടായത്. അദ്ദേഹം പറയുന്നു, ഷബാബുൽ ഇസ്ലാമി മഅദൂർ ഇദാ ലം യുഹ്സിൻ അത്തഅസ്സി ബിൽ ജീലിൽ മിസാലി ഫിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ മാതൃകാ സമൂഹമാണ് ഇത് 1-ാം നൂറ്റാണ്ടില്. ആ 1-ാം നൂറ്റാണ്ടിലെ മാതൃകാ സമൂഹത്തെ പറ്റി ഇത്രയും വൃത്തികെട്ട കള്ളച്ചരിത്രം തിരുത്തിയില്ലെങ്കിൽ ഈ മുസ്ലിം യുവാക്കൾ അവര് എതിരുള്ളവരാണ്, അവരെ കുറ്റം പറയാൻ പറ്റൂല. കാരണം അവർ വായിക്കുന്ന ചരിത്രത്തിൽ നിങ്ങൾ ആലോചിച്ചു, ഹിന്ദു മതത്തിന്റെ